അപ്പം ഞങ്ങളുടെ ചരിത്രപരവും രാഷ്ട്രീയപരവുമായ കടമ നിർവഹിച്ചല്ലേ അത്. അതെ അതെ അതെ. അവരൊഴിഞ്ഞിടത്താണ് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയത്. എന്നെ നിങ്ങളങ്ങനെ എൻ്റെ ഭാഷാ വ്യാകരണത്തിലേക്ക്, എൻ്റെ ഭാഷാ പിശകിലേക്ക് നിങ്ങൾ ലെൻസ് വയ്ക്കുമ്പോൾ നിങ്ങൾ ആ ദുർബലരായ മനുഷ്യരിൽ നിന്ന് കണ്ണെടുക്കരുത്. അതെ അതെ. നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞോളൂ, പക്ഷേ ആ കല്ലിൻ കൂനകൾക്കിടയിൽ കിടക്കുന്ന മനുഷ്യരെ കാണാതെ പോകരുത്. ലോകത്തെവിടെയും മനുഷ്യർ നേരിടുന്ന അനീതികൾക്കും സങ്കടങ്ങൾക്കും കണ്ണീരിനും ഒരൊറ്റ ഭാഷയേ ഉള്ളൂ. അതൊരു വിശ്വഭാഷയാണ്. ആ ഭാഷ മനസ്സിലാകാത്തത് ആർക്കാണ്? രാജ്യസഭാംഗവും DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റുമായ A.A. റഹീം, നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം, വലിയൊരു ദുരന്തം നടക്കുമ്പോൾ, വലിയൊരു പരിച്ചറിയൽ നടക്കുമ്പോൾ അവിടെയൊക്കെ ഭാഷ അപ്രസക്തമാണ്. അവിടുത്തെ ഭാഷ ഉണ്ടാവേണ്ടത് ചേർത്ത് പിടിക്കലിൻ്റെ ഒരു ഭാഷ, സമാശ്വസിപ്പിക്കലിൻ്റെ ഒരു ഭാഷ, അല്ലെങ്കിൽ സാഹോദര്യപ്പെടലിൻ്റെ ഒരു ഭാഷയൊക്കെയാണ് അവിടെ ഉണ്ടാവേണ്ടത്. ആ ഭാഷ കൃത്യമായി താങ്കൾ അവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നിട്ടും എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥ പ്രശ്നം ചർച്ച ചെയ്യപ്പെടുമോ? ആ ബുൾഡോസർ രാജ് ചർച്ച ചെയ്യപ്പെടുമോ? യഥാർത്ഥത്തിൽ ആ ബുൾഡോസർ രാജ് ലോകത്തിൻ്റെ മുമ്പിൽ ചർച്ചയിലേക്ക് കൊണ്ടുവന്നയാൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത് പറഞ്ഞപ്പോഴാണ്, അതൊരു ചെറിയ കാര്യമല്ലല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ് ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. അതെ അതെ. കർണാടകയിൽ ആദ്യമായിട്ട് ഈ വിഷയം ഉയർന്നു വന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ട്വീറ്റിലൂടെയാണ്. അപ്പോഴാണ് അല്പമെങ്കിലും അതോടെ ഒരു ശ്രദ്ധ രൂപപ്പെടാൻ തുടങ്ങിയത്. നിങ്ങൾ ആലോചിക്കുക, അതിനു മുമ്പ് ഒരു മനുഷ്യൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, ഒരാൾ പോയിട്ട് പോലുമില്ല. നമ്മുടെ കൺമുമ്പിൽ ഒരു അനീതി ഉണ്ടാകുമ്പോൾ അനീതി കർണാടകയിലെ പ്രതിപക്ഷമായ BJP ഈ ബുൾഡോസർ രാജിനെ സ്വാഗതം ചെയ്യുകയാണ്. ഭരണകൂടം, അതിൻ്റെ ഗവൺമെൻറ്, കോൺഗ്രസ് പൂർണ്ണമായും അതിനെ ന്യായീകരിക്കുന്നു. CPIMൻ്റെ ഒരു പ്രതിനിധി സംഘം അവിടെ പോയി. അവിടെ ചില സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ, ചില ദളിത് സംഘടനകൾ പ്രവർത്തിച്ചു ആ പാവങ്ങൾക്ക് വേണ്ടി. രണ്ടാമത്തെ ദിവസം വീണ്ടും അവിടെ ചെന്നപ്പോഴേക്കും, ബുൾഡോസർ ടീം ചെന്നപ്പോഴേക്കും അതിനെ പ്രതിരോധിക്കാൻ അവരെല്ലാവരുമാണ് ഇറങ്ങിയത്. എങ്ങനെയാണ് ജനാധിപത്യ ഇന്ത്യയിൽ ഇത്രയും നഗ്നമായ ഒരു നിയമലംഘനമുണ്ടായിട്ട്, ഒരു ഭരണകൂട ഭീകരതയുണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മുടെ ജനാധിപത്യ സമൂഹത്തിനിടയിൽ നിന്ന് പ്രതികരണം ഉയർന്നു വന്നില്ല? ഇന്ത്യ ആവർത്തിച്ച് ചോദിക്കേണ്ട ചോദ്യമല്ലേ. അപ്പോൾ നാളെ എൻ്റെ വീടിടിച്ച് തകർത്താൽ, താങ്കളുടെ വീടിടിച്ച് തകർത്താൽ, ഈ കണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഒരാളുടെ വീടിടിച്ച് തകർത്താലും ചോദിക്കാനും പറയാനും ആരും വരാത്ത ഒരു നിർജീവമായ നിസ്സംഗമായ അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് അതിലെ ഏറ്റവും ആശങ്കാജനകമായ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇടതുപക്ഷം ഇത് ശബ്ദിക്കാൻ, ഇത് ഇവിടെ മാത്രമല്ല, ജഹാംഗീർപുരിയിൽ AICC ആസ്ഥാനത്തിനരികിലാണ് ഇവിടെ കോൺഗ്രസ് നടപ്പിലാക്കിയ കാര്യമെന്ന് പറയാം. BJP ഇവിടെ കോൺഗ്രസ് നടപ്പിലാക്കിയത് BJP എതിർക്കുന്നില്ല. ഡൽഹിയിൽ BJP നടപ്പിലാക്കിയ കാര്യം കോൺഗ്രസും എതിർക്കുന്നില്ല. അവിടുത്തെ വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഈ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യന് വേണ്ടി ശബ്ദിക്കുന്നുമില്ല. ഹരിയാനയിലെ നൂഹ് ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്. ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ മറക്കാത്തൊരു ദിവസമാണത്. CPIM ആസ്ഥാനത്ത് നിന്ന് വിവരം തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് നിലോൽ ബസ് നയിക്കുന്നൊരു ഡെലിഗേഷൻ അവിടേക്ക് പോയി. ഞാനും സഖാവ് V. ശിവദാസനുമായിരുന്നു MP മാരിൽ നിന്ന് ഉണ്ടായിരുന്നത്. പിന്നെ മറ്റു ചില സഖാക്കളും ഹരിയാനയിലെ കിസാൻ ലീഡേഴ്സും ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ബെന്യാമിൻ്റെ ആടുജീവിതം തുടങ്ങുമ്പോൾ ആടുജീവിതത്തിൻ്റെ തുടക്കത്തിൽ രണ്ട് വരിയുണ്ട്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെ ഈ നമുക്ക് കെട്ടുകഥ മാത്രമാണ്. കാരണം അത്തരമൊരു ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്യാവശ്യം കൊള്ളാവുന്ന കെട്ടിടങ്ങൾ പോലും, ചെറിയ നിർമ്മിതികളല്ല, കൊള്ളാവുന്ന കെട്ടിടങ്ങൾ പോലും വ്യാപകമായി ഇടിച്ചു നിരത്തി കെട്ടിടങ്ങളുടെ ശവപ്പറമ്പ് കണ്ടൊരാളാണ് ഞാൻ. ആ ഗ്രാമത്തിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഹരിയാനയിലെ നൂഹ്, ഹരിയാന ഹൈക്കോടതി ഏറ്റവും ഒടുവിൽ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എത്നിക് ക്ലെൻസിങ് ആണ്, അതുകൊണ്ട് ഇത് നിർത്തണം എന്ന് പറഞ്ഞിട്ടാണ് നിന്നത്. ഹരിയാന ഹൈക്കോടതി പോലും ഇടപെട്ട ആ സ്ഥലത്തേക്ക് കോൺഗ്രസ് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചിട്ടില്ല. BJP അയക്കില്ലല്ലോ. BJP ഡൽഹിയിൽ അന്ന് പാർലമെന്റ് നടക്കുന്ന സമയമാണ്. കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP മാരും ഡൽഹിയിലുണ്ട്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് MP മാർക്കെങ്കിലും
ഹരിയാലയിൽ നൂഹിലേക്കൊന്ന് പോകണം എന്ന് തോന്നിയില്ല. അവിടേക്ക് പോയ ആദ്യമായി എത്തിച്ചേർന്ന ഡെലിഗേഷൻ CPIM-ൻ്റെതാണ്. CPI അവിടേക്ക് ഒരു ഡെലിഗേഷൻ അയച്ചു. പിന്നെ പോയത് മുസ്ലിം ലീഗാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് പോയില്ല? ഇത് പ്രസക്തമായൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു നിസ്സംഗതയും, ഇത് അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യർ, ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത പാവങ്ങൾ. പാവങ്ങളെന്നൊക്കെ പറഞ്ഞാൽ പാവങ്ങൾക്കും താഴെ വരും. അതെ അതെ. ഈ ഞാൻ പോയ അനുഭവം പറയുമ്പോൾ ഈ ഫക്കീർ കോളനിയിലെ മനുഷ്യരാരാണ്? ഫക്കീർമാരാണ്. ഫക്കീർ എന്ന് പറഞ്ഞാൽ ഭിക്ഷ യാചിക്കുന്നവരാണ്. അവർ ആ ഫക്കീർ കോളനിയിൽ ഇന്ത്യയിലെ പല സ്ഥലത്ത് നിന്നും വന്ന് അവിടേക്ക് വന്നെത്തപ്പെട്ട മനുഷ്യരാണ് ഫക്കീർ. അവർ ഖവാലി പാടുന്ന വിഭാഗത്തിൽപ്പെട്ട. അപ്പോൾ പള്ളികളുടെ എല്ലാം മുമ്പിൽ പോയി നിന്ന് ഖവാലി പാടി സന്മനസ്സുള്ളവർ കൊടുക്കുന്ന ചെറിയ നാണയത്തൊട്ടുകളാണ് അവരുടെ വരുമാനം. പിന്നെയുള്ളത് ദളിത്സാണ്. ആ ദളിത്സും ഭിക്ഷ എടുക്കാൻ പോകലാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. അപ്പോൾ ആലോചിച്ചു, ഭിക്ഷ എടുത്തിട്ടൊക്കെ ചെറിയ ചെറിയ വീടുണ്ടാക്കുക. എത്ര ദിവസം കൊണ്ടായിരിക്കും അവർ ഭിക്ഷ എടുത്തിട്ട് അങ്ങനെ ഒരു വീടുണ്ടാക്കിയിട്ടുണ്ടാവുക? ആ വീട്ടിലേക്കാണ് ബുൾഡോസറുകൾ ഒരു പുലർച്ചയിൽ പാഞ്ഞെത്തുന്നത്. നിരാലംബരാക്കപ്പെട്ട ആ മനുഷ്യർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഇന്ത്യയിലെ ഒരു ജനാധിപത്യ പാർട്ടിയും തയ്യാറാകുന്നില്ല. ഇന്ത്യയിലൊരു ജനാധിപത്യ യുവജന സംഘടനയും വേറൊരാൾ തയ്യാറാകുന്നില്ല. അവിടേക്കാണ് DYFI ചെന്നത്. അവിടെ ഒരു ചോദ്യം, ഇപ്പോൾ താങ്കൾ പറഞ്ഞു അവിടത്തേക്ക് ആദ്യമായി പോകുന്നത് താങ്കളാണ്, താങ്കളുടെ പാർട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴും ഒരു ഗൃഹപാഠമില്ലായ്മ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളിൽ. അത്തരം ഒരു വിമർശനങ്ങൾ ഉണ്ടല്ലോ. അല്ല, ഗൃഹപാഠത്തിന്റെ കാര്യം ഭാഷയുടെ കാര്യത്തിലേക്ക്, ഭാഷയുടെ കാര്യത്തിലാണ് അത് പറയുന്നത്, വിമർശിക്കുന്നത്. അതെ, ഭാഷയുടെ കാര്യത്തിൽ ഞാൻ എൻ്റെ പരിമിതി പൊതുസുഖത്തോട് പറഞ്ഞാണ്. എനിക്ക് ഭാഷയുടെ പരിമിതിയുണ്ട്. അത് ഞാൻ ഇപ്പോഴല്ല, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു തരത്തിൽ അവിടുത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ആ പ്രശ്നം വന്നത്. അത് ഭാഷ, അതിൽ ഗൃഹപാഠം. അല്ല, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ താങ്കൾ കൃത്യമായി സംവദിക്കുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പൊടുന്നനെ ക്യാമറകളും മറ്റുമൊക്കെ വരുമ്പോൾ ആർക്കും സംഭവിക്കാവുന്ന അബദ്ധമാണ് സംഭവിച്ചിട്ടുള്ളത് പൊതുവായിട്ട്. അതിലേക്ക് അങ്ങനെ ഒരു ഡിഫൻസ് അല്ല ഞാനതിൽ കണ്ടത്. നമ്മുടെ ഇപ്പോൾ ഒരു കുറവോ പിശകോ ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ ആ പിശക് ഏറ്റുപറയാൻ നമ്മൾ മടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല. അപ്പം അതൊരു പിശകായി തന്നെയാണ് ഞാൻ കണ്ടത്. ഞാനതൊരു കുറവായിട്ട് കാണുന്നു. ആ കുറവെന്ന് പറഞ്ഞാൽ വേറെ തരത്തിലല്ല ഞാൻ കാണുന്നത്. മെച്ചപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്, മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, മെച്ചപ്പെടുത്താൻ കഴിയുന്നൊരു കാര്യമാണ്. അതിന് ആ ആത്മവിശ്വാസങ്ങൾ എനിക്കുണ്ട്. പക്ഷെ മെച്ചപ്പെടുത്തപ്പെട്ടതിന് ശേഷം മാത്രം ഞാനിതെല്ലാം ചെയ്യാൻ എടുക്കാനാവില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് ഇംഗ്ലീഷ് ഭാഷ ഒരു അവശ്യ ഘടകമായിരുന്നില്ല. കേരളത്തിൽ ഞാൻ പ്രവർത്തിച്ചു വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഡൽഹിയിലേക്ക് ഞാൻ പറിച്ചു നടപ്പെടുന്നത്. അപ്പോൾ ഡൽഹിയിലേക്ക് പോയതിന് ശേഷം എൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇത് തന്നെയായി വേണ്ടി വന്നു. അതിനുശേഷമാണ് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ തുടങ്ങിയത് അവിടെ പോയതിന് ശേഷമാണ്. അതിനുമുമ്പ് ഞാൻ അതും അത്ര കൊണ്ട് നല്ല ഇംഗ്ലീഷ് ഫിയർ ഉണ്ടായിരുന്ന, ഭയമുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷിനോട് അകന്നു നിന്നിരുന്ന, ഇംഗ്ലീഷിനോട് എനിക്ക് അപ്രാപ്യമാണെന്ന ബോധം എൻ്റെ മനസ്സിൽ നയിച്ചിരുന്ന ഒരാളായിരുന്നു. കാരണം ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ അതുണ്ടായിരുന്നില്ല. എന്നാൽ മലയാളത്തിൽ നന്നായി സംസാരിക്കാനും മണിക്കൂറുകൾ പ്രസംഗിക്കാനും മലയാളം എൻ്റെ കംഫർട്ടബിൾ കമ്മ്യൂണിക്കേഷനായിരുന്നു കേരളത്തിൽ. എനിക്കത് മതിയായിരുന്നു. അവിടെ ഡൽഹിയിൽ അതിനു മുമ്പ് ഏതെങ്കിലും കമ്മിറ്റികൾക്ക് പോവുകയോ വളരെ യാദൃശ്ചികമായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് പോവുകയോ ചെയ്യുന്ന ആവശ്യം അത് സ്വാഭാവികമായി നടക്കുമല്ലോ, തിരിച്ചു വരുന്നു എന്ന് വിളിച്ച്. ഡൽഹി വ്യവഹാര കേന്ദ്രമായി മാറുമ്പോൾ എന്നോട് കേന്ദ്രീകരിക്കാൻ പാർട്ടി അവിടെ ശ്രദ്ധിക്കാൻ പറഞ്ഞ് എന്നെ MP ആയി അയക്കുമ്പോഴും അതിനു മുമ്പ് DYFI എന്നെ അങ്ങോട്ട് അയക്കുമ്പോഴും സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷിനും കമ്മ്യൂണിക്കേഷനായി വേണ്ടല്ലോ. അപ്പോൾ ഞാനവിടെ ചെയ്ത കാര്യം, അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇംഗ്ലീഷുമായിട്ടുള്ള ഇടപെടൽ കൂട്ടി. പിന്നെ അതിൽ നിന്നുള്ള നല്ല ഡെവലപ്മെൻറ്റ്. ഞാൻ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജിലാണ് ആ അർത്ഥത്തിൽ, പഴയതിൽ നിന്ന് താരതമ്യം ചെയ്യുമ്പോൾ. എന്ന് എനിക്ക് അത് വിശ്വാസം. ഇനിയും മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും മുമ്പോട്ട് പോവുകയും കുറ്റമറ്റ നിലയിൽ പോകാനും ഞാൻ പോകണമല്ലോ. നമ്മളെപ്പോഴും ഞാൻ കാണുന്നൊരു കാര്യം, ഒരു ലേണിംഗ് എന്ന് പറയുന്ന അക്കാഡമിക്കിൽ 2 ഭാഗമുണ്ടല്ലോ. അക്കാഡമിക് നമുക്കിപ്പോൾ ക്യാമ്പസിനകത്ത് പഠിച്ച് അവസാനിപ്പിക്കുന്ന അക്കാഡമിക് മാത്രമല്ലല്ലോ. ലേണിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്തൊരു പ്രോസസ്സാണ്. അപ്പോൾ ആ ലേണിങ്ങിലാണ് ഞാൻ. ആ ലേണിംഗ് പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ കൂടുതൽ നവീകരിക്കപ്പെടുകയും നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് കൂടുതൽ നമ്മൾ കരുത്തരായി മാറുകയും ഒക്കെ ചെയ്യണമല്ലോ. നമ്മുടെ ആ
പ്രവർത്തന ബന്ധാവിലൂടെ എവിടെയെങ്കിലും അടുത്ത് പ്രത്യേകം പോയി പഠിച്ചത് കൊണ്ട് മാത്രമല്ല, പ്രവർത്തനങ്ങളിലുടനീളം അതിങ്ങനെ രൂപപ്പെട്ട് വരിക. ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, എല്ലാ കാര്യത്തിലും അങ്ങനെ. അതിൽ ഭാഷ സ്വാഭാവികമായ ഒരു കോമ്പോണൻ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പോലും താങ്കൾ പിന്നെ നിയമബിരുദധാരി, PhD, PG ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു ഉന്നത വിദ്യാഭ്യാസധാരിക്ക് താങ്കളുടെ വിദ്യാഭ്യാസ യോഗ്യതയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ താങ്കൾ കൂടി കണ്ടിട്ടുണ്ടാകും. അതെ അതെ, വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരും വിമർശനങ്ങൾ ഉന്നയിച്ചോട്ടെ, കാമ്പുള്ള വിമർശനങ്ങളാണ് നമ്മളതിന് മറുപടി പറയുക. വിമർശനം ഉന്നയിക്കുന്നവർക്ക് അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകാം, ചിലപ്പോൾ അതല്ല അവർ ആത്മാർത്ഥമായി തന്നെ വിശ്വസിച്ചു. എനിക്ക് അവരോടൊന്നും ഒരു വിയോജിപ്പില്ല. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ വരട്ടെ, അഭിപ്രായങ്ങൾ വരിക എന്നുള്ളൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ രൂപപ്പെടുക. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും പബ്ലിക് സ്പീക്കറിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അങ്ങനെ വിമർശനങ്ങൾ വരുമ്പോൾ വിമർശനങ്ങളോട് സഹിഷ്ണുതയോടെ തന്നെ അതിനെ നേരിടുക എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നൊരു കാര്യം. അവർ പറഞ്ഞോട്ടെ. ഇപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും തമ്മിൽ വലിയ അടുപ്പം ഉണ്ടാകില്ല, എപ്പോഴും വേണമെന്നില്ല. കമ്മ്യൂണിക്കേഷൻ സ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പറയുന്നതിൽ നിന്നായിരിക്കും. ഇപ്പോൾ മലയാളം പഠിക്കാത്ത ആരും ഉണ്ടാവില്ലല്ലോ. മലയാള ഭാഷ എങ്ങനെയായിരിക്കും, മനോഹരമായോ അല്ലെങ്കിലോ നമ്മൾ ഓരോരുത്തരും കൈകാര്യം ചെയ്യുന്ന ഏറ്റക്കുറച്ചിലുകളുണ്ടായി. മലയാളം നമ്മുടെ മാതൃഭാഷയായിട്ട് കൂടിയും ഗ്രാമർ തെറ്റിച്ചുകൊണ്ടാണ് പലരും സംസാരിക്കുന്നത്. മലയാളം ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന്റെ ഗ്രാമറിലേക്ക് നമ്മൾ ലെൻസ് വയ്ക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ഭാഷയിലെ, മലയാള ഭാഷയിലെ ഗ്രാമറിലേക്ക് ലെൻസ് വയ്ക്കാറില്ലല്ലോ. ലെൻസ് വെച്ചാൽ അവിടെയും തെറ്റുണ്ടാവും. അവിടെ ഉറപ്പായും ഈ പറയുന്ന പല ഉണ്ടായേക്കാം. ഞാൻ പറയുന്നത് അതിനകത്ത് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെയും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും തമ്മിൽ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേറൊരു തരത്തിലാണ്. അത് വളരെ പ്രധാനപ്പെട്ട സ്കില്ല്, വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് നമ്മൾ വിധേയരാകണം. പ്രത്യേകിച്ചും അത് ഞാനതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുകയാണ്. ഞാൻ ആ വിമർശനത്തെ അതിന് പോലും വേറൊരു ഡിഫൻസ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടല്ല നേരിട്ടത്, അത് വളരെ ആത്മാർത്ഥമായി തന്നെയായിരുന്നു. പക്ഷേ നിങ്ങളങ്ങനെ എൻ്റെ ഭാഷാ വ്യാകരണത്തിലേക്ക്, എൻ്റെ ഭാഷാ പിശകിലേക്ക് നിങ്ങൾ ലെൻസ് വയ്ക്കുമ്പോൾ നിങ്ങൾ ആ ദുർബലരായ മനുഷ്യരിൽ നിന്ന് കണ്ണെടുക്കരുത്. നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞോളൂ, പക്ഷേ ആ കല്ലിൻ കൂനകൾക്കിടയിൽ കിടക്കുന്ന മനുഷ്യരെ കാണാതെ പോകരുത്. അതേ ഞാൻ പറഞ്ഞു. ഇപ്പോൾ നേരത്തെ തന്നെ താങ്കൾ ഈ മറ്റേ പാർലമെൻറ്റിലെ പ്രസംഗം തന്നെ ട്രോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഇതിലൊരു ആസൂത്രിതമായ നീക്കങ്ങളുണ്ടോ? നിരന്തരം ട്രോൾ ചെയ്യപ്പെടുക എന്ന എന്തെങ്കിലും ആസൂത്രിതമുണ്ട് എന്ന് പറയാൻ മാത്രം എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. അത് ആസൂത്രിതമായി ആകട്ടെ, ആകാതിരുന്നു കൊള്ളട്ടെ, ഞാനത് ആസൂത്രിതമാണെന്ന് ആരോപിച്ച് മാറി നിൽക്കുന്നില്ല. എറിയുന്ന കല്ലുകൾക്ക് നന്ദി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനെ കൂടുതൽ നവീകരിക്കാൻ പ്രാപ്തനാക്കും. ഞാൻ കണ്ടാൽ പോരെ അതിനെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലത്ത് കുറച്ചും കൂടി ജാഗ്രത ഉണ്ടാവേണ്ടതല്ലേ? ഉദാഹരണത്തിന് തീർച്ചയായിട്ടും ഒരുപാട് നമ്മളൊരു ഭാഷയും ശരീരഘടനയും നോട്ടങ്ങളും ചലനങ്ങളും ഒക്കെയാണ് രാഷ്ട്രീയത്തിനപ്പുറത്ത് ചർച്ചയാവുന്നത്. അത് തീർച്ചയായിട്ടും രണ്ട് തരത്തിലാണ് അതിനെ കാണുന്നത്. ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പെർസെപ്ഷൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ, നെഗറ്റീവ് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാമൂഹ്യ മാധ്യമ കാലത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പോൾ ആ സെൻസ്, സോഷ്യൽ മീഡിയ സെൻസ് എങ്ങനെയായിരിക്കും ഇത് സോഷ്യൽ മീഡിയ റിഫ്ലക്റ്റ് ചെയ്യുക, എങ്ങനെയായിരിക്കും ജനം ഇതിനെ കൺസീവ് ചെയ്യുക, ജനം കാണുക എന്ന് നോക്കേണ്ട ബാധ്യത ഓരോ പൊതുപ്രവർത്തകരുണ്ട്. അങ്ങനെ ഒരു കാലത്തൂടെയാണ് ഇത് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതുമാണ് എന്നുള്ള തർക്കമില്ല. പാർലമെൻറ്റിലെ പ്രസംഗത്തിൻ്റെ യഥാർത്ഥത്തിൽ ഇതിന് സമാനമായൊരു ചരിത്രമാണ്. യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൽ അന്ന് സിവിൽ കോഡിൻ്റെ കിരോടിലാൽ മീണ എന്ന് പറയുന്ന അന്നത്തെ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ MP സ്വകാര്യ ബില്ലിലൂടെ അന്ന് ഇത് കൊണ്ടുവരികയാണ്, സിവിൽ കോഡ് കൊണ്ടുവരികയാണ്. അപ്പോൾ അന്നത് പാർലമെൻറ്റിൽ കൊണ്ടുവരുന്ന ദിവസം കോൺഗ്രസിൻ്റെ മുഴുവൻ അംഗങ്ങളും അസ്വാഭാവികമായി അവിടെ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്, ആരുമില്ല. അപ്പോൾ രാവിലെ ഇത് വരുന്നുവെന്ന് ലിസ്റ്റിൽ കണ്ടപ്പോൾ തന്നെ CPIM ഞങ്ങളെല്ലാ MP-മാരും വന്ന് ഇത് എടുക്കരുത്, പാർലമെൻറ്റിൽ അവതരിപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു. ചട്ടപ്രകാരം നോട്ടീസ് കൊടുത്തു. DMK അങ്ങനെ നോട്ടീസ് കൊടുത്തു, മുസ്ലിം ലീഗ് നോട്ടീസ് കൊടുത്തു, CPI നോട്ടീസ് കൊടുത്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ കോൺഗ്രസ് നോട്ടീസിലൂടെ ചട്ടപ്രകാരം പ്രതിരോധിച്ചില്ല എന്ന് മാത്രമല്ല, ഈ സമയത്ത്
അവിടെ നിന്ന് വിട്ടു നിന്നു, ആരും ഉണ്ടായിരുന്നില്ല. അതെ അതെ. അപ്പോൾ ചരിത്രപരമായ ഒരു വലിയ മൗനമാണ് അവർ കാണിച്ചത്, വഞ്ചനയാണ്, കുറ്റമാണ്. അന്ന് പ്രസംഗിച്ച ശ്രീ വി അബ്ദുൽ വഹാബ് MP എൻ്റെ കോൺഗ്രസ് സഹോദരങ്ങളെ ആരും ഇവിടെ കാണുന്നില്ല എന്ന് വളരെ വേദനയോടെ വിളിച്ചു പറയുകയും ചെയ്തു, എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കളെ കാണാനില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് വലിയ ബഹളത്തിലേക്കും പ്രശ്നത്തിലേക്കും പോകുമ്പോൾ ഈ ശക്തമായി നിൽക്കേണ്ട കോൺഗ്രസ് ഒന്നടങ്കം അവിടെ നിന്ന് വിട്ടുനിന്ന് BJPക്ക് പിന്തുണക്കുകയാണ് ഇത്. അന്നവിടെ പാർലമെൻറ്റിൽ ഇരുന്ന് അതിനെതിരെ ഞങ്ങളുടെ ഈ ശബ്ദം കൊണ്ട് എഴുന്നേറ്റ് നിന്ന് ഒച്ചയുണ്ടാക്കുകയും അരുതെന്ന് പറയുകയും ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുകയും ചെയ്തവരാണ് ഞങ്ങൾ. അന്ന് ആ സംസാരിച്ചതിൻ്റെ ഒരു ശകലം എടുത്തിട്ടാണ്. അതെ അതെ. അന്നല്ല, അന്ന് പ്രതികരിച്ചത് ഇടതുപക്ഷം മാത്രമാണ്. എളമരം കരീമും ജോൺ ബ്രിട്ടാസും റഹീമും ശിവദാസും ആണ് പ്രതികരിച്ചത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുകൂലമായും കോൺഗ്രസിനെതിരായും വന്ന അതേ വീഡിയോ ശകലം തന്നെ ഒരു ഘട്ടം കുറേ നാളുകൾക്ക് ശേഷം പിന്നെ ആളുകൾ ഈ സംഭവം മറന്നല്ലോ, പിന്നെ എൻ്റെ ഭാഷ മാത്രമല്ല അവിടെ കിടക്കുന്നത്. വന്നതിനിടയിൽ ഞങ്ങൾ പറഞ്ഞതിനിടയിൽ എൻ്റെ ഗ്രാമാറ്റിക് പ്രശ്നങ്ങളെ തേടുകയാണ്. ആരാണത് പ്രചരിപ്പിച്ചത്? അത് പ്രചരിപ്പിക്കുന്നത് ആരാണ്? പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ നോക്കിയത് ഐറണിയാണ്. അവിടെ അവിടെ നിന്ന് ഒളിച്ചോടിയവരാണ്. അതെ അതെ. അവർ ഒഴിഞ്ഞ ഇടത്തിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയവരാണെന്ന് ഞങ്ങൾ. അവരൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി ശക്തിയോടുകൂടി ഞങ്ങൾ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു. അവരില്ല, ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ വോട്ട് ചെയ്ത അവസാനം വോട്ട് ആവശ്യപ്പെട്ടു. ആ വലിയ സംഘർഷപരമായി മാറി പാർലമെൻറ്റ്. ആര് ഇവരൊന്നും ഇല്ലാതെ, കോൺഗ്രസ് ഒന്നും ഇല്ലാതെ ഞങ്ങൾ ദുർബലമായ എണ്ണമുള്ള ഇടതുപക്ഷവും DMKയും വൈക്കോ, എനിക്കിപ്പോൾ ഓർമ്മിക്കുകയാണ്, വൈക്കോയുടെ അകത്തെ സ്പീച്ചെല്ലാം വൈകാരികമായ സ്പീച്ച് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പം ഞങ്ങൾ എണീറ്റ് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു സന്ദർഭത്തെ, ഒരു പ്രശ്നത്തെ ഞങ്ങൾ നേരിടുന്നു. കോൺഗ്രസ് ബോധപൂർവ്വം വിട്ടു നിൽക്കുന്നു. രാവിലെ മുതൽ കത്ത് പോലും അവർ കൊടുത്തില്ല, ചട്ടപ്രകാരമുള്ള നോട്ടീസ് കൊടുത്തില്ല. അപ്പം ഞങ്ങളുടെ ചരിത്രപരവും രാഷ്ട്രീയപരവുമായ കടമ നിർവഹിച്ചല്ലേ അത്. അതെ അതെ അതെ. അവരൊഴിഞ്ഞിടത്താണ് ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയത്. ആ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയതല്ല, ആ പൊരുതിയപ്പോഴുണ്ടായ ഗ്രാമാറ്റിക് ട്രബിളിലേക്ക് ലെൻസ് വയ്ക്കുകയാണ് അതേ ആളുകൾ. ഈ ചരിത്രപരമായ വഞ്ചന നടത്തി അവിടെ നിന്നും ഒളിച്ചോടിയവർ, ഒഴിഞ്ഞു നിന്നവർ, ഒളിവിൽ പോയവർ, അവർ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയവരുടെ നേർക്ക് അതിലെന്നെ ഗ്രാമാറ്റിക് ട്രബിൾ എടുത്തിട്ട് കല്ലെറിയാണ്. ഇത് അവരുടെ രാഷ്ട്രീയ രീതിയാണ്. അല്ല, ഈ അവിടെ പറയട്ടെ, അവിടെ ഒരു കാര്യം അങ്ങനെ നേരത്തെ പറഞ്ഞു, ഗൃഹപാഠം അല്ലെങ്കിൽ ഭാഷ, എൻ്റെ ഭാഷയ്ക്ക് പരിമിതി ഉണ്ടെന്ന് കരുതി ഞാനവിടെ എണീറ്റ് നിൽക്കാതിരുന്നെങ്കിൽ, എൻ്റെ ഭാഷാ പരിമിതി അല്ല എൻ്റെ പ്രശ്നം. ഇനി ഞാൻ പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ മനസ്സിലാകാതിരിക്കുകയോ അതൊരു വിമർശനമൊന്നും വന്നിട്ടില്ല, അത് വേറെ ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭാഷയുടെ പരിമിതി ഉണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരാളുടെ കഴിവിൻ്റെ, ഒരാളുടെ വ്യക്തിപരമായ, തികച്ചും വ്യക്തിപരമായ ഒരു കുറവാണ് അല്ലേ. ആ വ്യക്തിപരമായ എൻ്റെ ഒരു കുറവാണ്. ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷ. എൻ്റെ ഭാഷ മലയാള ഭാഷ നല്ല ഭാഷ, ആത്മവിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. സമൂഹത്തിൽ അവരൊരു മാതൃഭാഷയാണ്. ഭാഷയാണ് എൻ്റെ ഭാഷ എന്ന് പറയുന്നത്, മാതൃഭാഷ എന്ന് കരുതുകയാണ് ഞാൻ. എൻ്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ എനിക്ക് പരിമിതിയുണ്ട് എന്ന് നന്നായി തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് മെച്ചപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അത് ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. ഇനി ഞാൻ ശ്രമങ്ങൾ മെച്ചപ്പെടുത്താം എന്ന് ഞാൻ എന്നെ വിമർശിക്കുന്ന മുഴുവൻ പേരോടും, ട്രോളുന്നവരോടും പരിഹസിക്കുന്നവരോടും ഒക്കെയായി പറയുന്ന ഒരു വിരോധം നിങ്ങളോടെല്ലാം കൂടെ ഞാൻ പറയും. എൻ്റെ ഒരു കുറവിനെയാണല്ലോ. അപ്പം എൻ്റെ വ്യക്തിപരമായൊരു കുറവിനെ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ എനിക്ക് നിങ്ങൾ എന്നും വിരോധം ഞാൻ പറയുന്നില്ല, ആത്മാർത്ഥമായി പറയുന്നില്ല. പക്ഷേ അതേസമയം ഞാൻ കൂടുതൽ മെച്ചപ്പെടുത്താൻ അത് പ്രാപ്തരാകും. നിങ്ങൾ ഞാൻ എറിയുന്ന നിങ്ങളുടെ കല്ലുകൾക്ക് നന്ദി ഞാൻ പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അതെല്ലാം മെച്ചപ്പെടുത്തിയിട്ട് ഞാൻ ഈ പറയുന്ന ഏകസിവിൽ കോഡ് പാർലമെൻറ്റിൽ വരുമ്പോൾ കോൺഗ്രസ്സുകാർ ഒളിച്ചോടിയ ആ ദിവസം അല്ലെങ്കിൽ എനിക്ക് ഭാഷയ്ക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ എണീക്കുന്നില്ല എന്ന് പറയാനാണോ? അത് ഞാൻ എന്നിലുള്ള അവശേഷിക്കുന്ന ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ എണീറ്റ് നിന്ന് ഞാൻ പൊരുതുകയാണോ അല്ലെങ്കിൽ പറയുകയാണോ വേണ്ടത്? അപ്പോൾ ഇതിലൊരു വിഷയം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ആരെയും വിഡ്ഢിയാക്കാം. നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ആരുടെ പ്രസംഗവും വേണമെങ്കിൽ സുമാർ അഴീക്കോടിനെ തന്നെ നമുക്ക് വിഡ്ഢിയാക്കാം. എങ്ങനെയും ചെയ്യാം, എങ്ങനെയും വിഡ്ഢികളാക്കാമെന്നുള്ളതാണ്. പക്ഷേ ഇത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല ചെയ്യുന്നത്. ഇപ്പോൾ താങ്കളുടെ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ ഹാൻഡിലുകളിലും ഇത്തരം പരിഹാസങ്ങളും ട്രോളുകളും വരുന്നുണ്ട്. അതേക്കുറിച്ചും
ഈ വിമർശനം അവർക്ക് കൂടി ബാധകമല്ലേ? എങ്ങനെയാണത്? ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ വ്യക്തിപരമായ കുറവിനെ, ഈ കുറവ് മാത്രമല്ല, അല്ല പൊതുവെ കുഞ്ഞാലിക്കുട്ടിയുടെ കെ കരുണാകരൻ്റെ ഞാനതാ പറയുന്നത്, ഏതൊരാളുടെ കുറവിനെയും സെലിബ്രേറ്റ് ചെയ്യല്ല വേണ്ടത്, പരിഹസിക്കുകയല്ല വേണ്ടത്. ഇതാണ് എൻ്റെ പക്ഷം. എന്നെ പരിഹസിക്കുന്നവരോടാണ് ഞാൻ എൻ്റെ മറുപടി ഞാൻ എല്ലാവരും കേൾക്കെ പറഞ്ഞത്. അതിപ്പോഴും എൻ്റെ നിലപാട് അത് തന്നെയാണ്. അതിൽ വേറൊരു വിഷയം എന്ന് പറയുന്നത്, ഇപ്പോൾ AKG ഒക്കെ ആയിട്ടാണ് ഇതിലിപ്പം കമ്പയർ ചെയ്തിട്ടുള്ളത്. താങ്കൾ കേട്ടിട്ടുണ്ടാവും. AKGയെ കൂടി ഇംഗ്ലീഷിൽ കുറവുള്ള ഒരാളായിട്ട് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. എനിക്ക് തോന്നുന്നത് AKG വളരെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അടുത്ത് വന്ന ഒരു ഫ്രഞ്ച് വീഡിയോ അതിൽ തന്നെ അദ്ദേഹം ഒരു നല്ല വളരെ ഭംഗി ഒരു 60s നടന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രസംഗിക്കുകയും അദ്ദേഹത്തോട് ഒരു വിദേശ ലേഖൻ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ ഫ്ലുവൻ്റായിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് പറയുന്നുണ്ട് AKG. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ അതും ഒരു മിത്താണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ അതും ഒരു മിത്താണ്. AKGക്ക് ഇംഗ്ലീഷ് അറിയില്ല, അദ്ദേഹം ബ്രോക്കൺ ഇംഗ്ലീഷ് സംസാരിച്ച ഒരാളാണ് എന്ന രീതിയിൽ മിത്താണ് എന്നാണ് പറയപ്പെടുന്നത്. എത്രമാത്രം അതിനത് ഞാൻ കാണുന്നൊരു കാര്യം, സാധാരണക്കാരൻ AKG മഹാനായ നേതാവ്, അതെ അതെ, അദ്ദേഹത്തിൻ്റെ ഭാഷ കൊണ്ടല്ല അദ്ദേഹത്തെ അടയാളപ്പെടുത്തപ്പെട്ടത്. അതെ അതെ അതെ, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടാണ്. അതെ, അദ്ദേഹം അറിയപ്പെടുന്നത് പാവങ്ങളുടെ പടത്തലവനെന്നാണ്. ഞാൻ പറഞ്ഞു അതല്ല, ഈ താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ബോധ്യ നിർമ്മിതിയിലൊരു വേറെ പൊളിറ്റിക്സ് ഉണ്ട് അതിനകത്ത്. ദരിദ്രരും സാധാരണക്കാരും ദുർബലരുമായ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു ഇടത്തട്ട് പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ഒരാൾ. അപ്പോൾ ഒരാളുടെ ഭാഷയും ഒരാളുടെ കാഴ്ചപ്പാടുകളും എല്ലാം രൂപപ്പെടുന്നതിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കൊരു പങ്കുണ്ട്. അതിൽ നിന്ന് വളരെ തെളിമയുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാട് രൂപപ്പെടും. തെളിമയുള്ള ഭാഷ ആ സാഹചര്യത്തിൽ നിന്ന് രൂപപ്പെടണമെന്നില്ല. അനുഭവങ്ങളിൽ നിന്ന് ഒരു ഹ്യൂമൻ സെൻട്രിക്കായ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം രൂപപ്പെടും. കാരണം ആ പശ്ചാത്തലം അങ്ങനെ ആയിരിക്കും. പക്ഷെ അതിൽ നിന്ന് വളരെ തെളിമയുള്ളൊരു ഭാഷയോ ഒന്നും രൂപപ്പെടണമെന്നില്ല. ഇല്ല. അപ്പോൾ ഇവിടെ വരുന്നൊരു ക്വസ്റ്റ്യൻ, ഈ ദുർബലരും സാധാരണക്കാരും, ഞാനീ പറഞ്ഞ അടിസ്ഥാന വർഗം എന്ന് പറയാം, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, അവിടെ നിന്നും നമ്മുടെ രാഷ്ട്രീയ വ്യവഹാരത്തിൻ്റെ മുഖ്യധാരകളിലേക്ക് ആളുകൾ വരണ്ടേ? നമ്മൾ ആഗോളവൽക്കരണ കാലത്തെ പൊളിറ്റിക്സിലാണ് അല്ലേ? ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ന് കോടീശ്വരന്മാരുടെ എണ്ണത്തിലാണ്. നമ്മളിതിനെ അങ്ങനെ കൂടി വികസിപ്പിക്കാം എന്ന് ഞാൻ തോന്നുന്നു. ഞങ്ങൾ AKGയുടെ പേര് ചോദിച്ചാൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാര്യം രൂപപ്പെടും? അന്നും അങ്ങനെ തന്നെയാണ്. ഈ ഇടതുപക്ഷത്തിൽ നിന്ന് ഉയർന്നു വരുന്നവരല്ലാതെ മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഡൽഹിയിലേക്ക് പോകുമ്പോൾ മറ്റ് MP-മാരുടെ എല്ലാം കൂട്ടത്തിൽ അവർ നമ്മളോടൊന്നുമല്ല, എല്ലാ MP-മാരോട് പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യം, എന്ത് ബിസിനസ് എന്നാണ്. മനസ്സിലായി? ബിസിനസ് തെറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്, ബിസിനസ് തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ബിസിനസ് ചെയ്യുന്നവർ മാത്രമാണ്, അല്ലെങ്കിൽ ബിസിനസ് സെൻട്രിക്കായി ജീവിത വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ അവിടെ നിന്നും സ്വിച്ച് ഓവർ ചെയ്ത് വരുന്ന ഒരു ഇടത്താവളമായി പൊളിറ്റിക്സ് മാറാണ്. ലോക്സഭയാകട്ടെ രാജ്യസഭയാകട്ടെ ഈ കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭകളാകട്ടെ, നിങ്ങൾക്ക് ഈ വ്യത്യാസം കാണാൻ കഴിയും. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നമുണ്ട്. പാർലമെൻറ്റ് നിയമങ്ങൾ ഉണ്ടാക്കുകയാണോ? നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു ആരുടെ നിയമങ്ങളാണ് ഉണ്ടാക്കുക? ദുർബലരും സാധാരണക്കാരുമായ മനുഷ്യരുടെ ശബ്ദം എവിടെയാണ് പ്രതിഫലിക്കേണ്ടത്? കുറേ കാലമായി പാർലമെൻറ്റിനകത്ത് ലേബർ എന്ന് പറയുന്ന പദം തന്നെ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്, ഉപയോഗത്തിൽ വരത്തില്ല. തൊഴിലാളി ബഡ്ജറ്റ് നിങ്ങളെടുത്ത് നോക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് നിയമം ഉണ്ടാക്കുന്നത്? ഓഫ് ദി പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നുള്ളത് ഓഫ് ദി കോർപ്പറേറ്റ്, ഫോർ ദ കോർപ്പറേറ്റ്, ബൈ ദി കോർപ്പറേറ്റ് എന്നതിലേക്ക് മാറിക്കഴിഞ്ഞു. ഇത് വരുന്നൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമുണ്ട്. ഞാൻ അതുകൂടി താങ്കൾ ചോദിച്ച ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് ആ ഏരിയയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ കഥാകൃത്ത് ഷാജികുമാർ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അദ്ദേഹം MCA കഴിഞ്ഞിട്ടും അദ്ദേഹം എനിക്ക് വേണ്ടത്ര ഭാഷാ പരിമിതി അദ്ദേഹം പറയുകയുണ്ടായി, ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിമിതി. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ് 90കളിലുമൊക്കെ സ്കൂള് പഠിച്ച കുട്ടികളുടെ പൊതു പ്രശ്നമാണ് ഇത്. കാരണം നമ്മുടെ സർക്കാർ സ്കൂളിൽ വളരെ സാധാരണ സ്കൂൾ, സയൻസും സോഷ്യൽ സ്റ്റഡീസൊക്കെ പഠിപ്പിക്കുന്ന മാഷന്മാരാണ് നമ്മളെയൊക്കെ എല്ലാവരെയും ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടുണ്ടാവുക. വളരെ വൈകിയാണ് സർക്കാർ സ്കൂളിൽ പണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുക തന്നെ. പക്ഷേ ഈ ഒരു കാലവും
ആ ഒരു കാലവും തമ്മിലുള്ള ഇപ്പോൾ താങ്കളുടെയൊക്കെ ഒരു കുട്ടിക്കാലവും ഒക്കെ എങ്ങനെയായിരുന്നു താങ്കളുടെ വ്യക്തി ജീവിതത്തിലൊക്കെ പറയുമ്പോൾ ഈ ഒരു പഠനകാലമൊക്കെ എങ്ങനെയായിരുന്നു? ഷാജികുമാറിൻ്റെ പോസ്റ്റ് ഞാൻ വായിച്ചിരുന്നു. അത് എനിക്കൊന്ന് ഷാജി ആ കാലയളവിലെ കടന്നു വന്ന ഒരാളാണ് ഈ ഫീസിലെ. അതെ അതെ. ഞാനിൽ കാണുന്നത് എൻ്റെ ലൈഫിൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്, ഞാൻ നമ്മുടെ നാട്ടിലെ സാധാരണമായ ഒരു സ്കൂളിൽ പഠിക്കുകയും വീട്ടിലെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും, എന്നാൽ വലിയ ബുദ്ധിമുട്ടുമൊന്നും അനുഭവിച്ച കുടുംബമായിരുന്നില്ല. എന്നാൽ ബുദ്ധിമുട്ടുകളുണ്ട് താൻ, അങ്ങനെയായിരുന്നു. തീരെ ദാരിദ്ര്യമോ പട്ടിണിയോ അങ്ങനെയൊന്നും, പക്ഷേ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിരുന്നു. ആ ബുദ്ധിമുട്ടുകൾക്കിടയിലും നമ്മുടെ ഗ്രാമത്തിൻ്റെ എല്ലാം പരിമിതികൾക്കിടയിൽ നിന്നും വന്നൊരാളാണ്. ആ പശ്ചാത്തലത്തിൽ നിന്ന് വന്നൊരാളാണ്. അത് പിന്നീട് കുറേ കൂടി മുമ്പോട്ട് പോയി. പിന്നീട് എൻ്റെ ക്യാമ്പസ് ജീവിതത്തിലേക്ക്, കോളേജ് ജീവിതത്തിലേക്ക് ഒക്കെ വരുമ്പോഴാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഞാൻ സജീവമായി. SFIയുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ചെയർമാനായി. അല്ല, യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി. സർവകലാശാല യൂണിയൻ ചെയർമാനായി. അങ്ങനെയാണ് എൻ്റെ വിദ്യാഭ്യാസത്തിലേക്ക് ഞാൻ പലപ്പോഴായി കിടന്നത്. എൻ്റെ വീട്ടിലെ വിദ്യാഭ്യാസത്തിന് പൂർണ്ണമായും പ്രാധാന്യം കൊടുക്കുകയും വിദ്യാഭ്യാസത്തിൽ കുറേ കൂടി കൂടുതൽ പഠിക്കാനും വിടണം എന്നതിനപ്പുറത്ത് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഡിഗ്രിക്കൊന്നും പോകേണ്ടതല്ല, ഒരു ജോലി എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കാൻ പോകണം എന്ന് ചിന്തിക്കാൻ ഒരു തൊഴിൽ പഠിക്കാൻ കൊണ്ടാക്കിയത്. അങ്ങനെയായിരുന്നു എന്നെ കൊണ്ടാക്കിയത്. പിന്നെ ഞാൻ അവിടെ നിന്ന് കുതറി മാറി ക്യാമ്പസിലേക്ക് പഠിക്കാൻ വരായിരുന്നു. അങ്ങനെ വന്നിട്ടാണ് പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ ഈ താങ്കളുടെ ജീവിതം നോക്കുമ്പോൾ വേറൊന്ന്, താങ്കൾ ചെറിയൊരു കാലം മാധ്യമപ്രവർത്തകനായിരുന്നു. താങ്കൾ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് വരെ ചെയ്ത ആളാണ്. അപ്പോൾ ഇന്നത്തെ ഒരു മാധ്യമ രീതികൾ താങ്കൾക്കറിയായിരിക്കും. കയ്യിലൊരു മൈക്ക് ഉണ്ടെങ്കിൽ ആരെയും വെട്ടി വീഴ്ത്താം, ഇല്ലാതാക്കാം എന്നുള്ളതായിട്ടൊരു ആലോചനയുടെ കൂടി ഒരു മാധ്യമ പ്രവർത്തനമാണ്. ഒരുതരം ഇല്ലാതാക്കലിൻ്റെ, ഒരുതരം നശീകരണ വാസനയുള്ള മാധ്യമ പ്രവർത്തനമാണ്. താങ്കൾ കൂടി അതിൻ്റെ ഇപ്പോൾ ഇരയായിട്ട് കൂടി ഉണ്ടെന്ന് പറയാം. എങ്ങനെയാണ് അതുകൂടി പറയുമ്പോൾ തോന്നുന്നത്? എന്നല്ലോ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഈ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുക എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ അടിസ്ഥാന രീതിയിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും മാധ്യമങ്ങൾ മാറിപ്പോകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഇടിച്ചുരുത്തപ്പെട്ട മനുഷ്യർക്കരികിലേക്ക് പോകാൻ CPIയും മുഖ്യമന്ത്രിയും DYFIയുമാണുണ്ടായിരുന്നത് എന്ന് പറഞ്ഞെടുത്ത് എവിടെ? ഞാൻ ഡൽഹിയിലെ AICC ആസ്ഥാനത്ത് നിന്ന് നിങ്ങളാരും എൻ്റെ അങ്ങോട്ട് ആരെയും പറഞ്ഞയച്ചില്ല ജഹാംഗീർപുരിയിലേക്ക് എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ എവിടെ മാധ്യമങ്ങൾ? കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ട മാധ്യമം, അത് മീഡിയ ഇൻഡസ്ട്രി എന്നാണ് അറിയുന്നത്. വളരെ വലിയ ഡിജിറ്റൽ പെനിട്രേഷൻ നടന്നു കഴിഞ്ഞ ഒരു സൊസൈറ്റിയിൽ, ഡിജിറ്റലി കണക്റ്റഡായ ഒരു സൊസൈറ്റിയിൽ ഒന്നിലധികം ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്ന മലയാളികളുടെ നടുവിലേക്ക് അവരുടെ സമയത്തെ പകത്തെടുത്ത് വിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി മാത്രമാണ് ഇന്ന് മീഡിയ. അത് പ്രൊഡക്റ്റീവായി എന്താണ് മുന്നോട്ട് വയ്ക്കുന്നത്, എന്തിനാണ് അവരുടെ പ്രയോറിറ്റി? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമല്ലേ. ഞാൻ തീരെ ഇപ്പോഴും ഞാനൊരു കാര്യം പറയുന്നു. ഇത് പറയുമ്പോഴും നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങളെയെല്ലാം നമ്മൾ കുറ്റം പറയാറുള്ളവരാണ്. അതെ. കമ്പാരിറ്റീവ് സോ കോൾഡ് നാഷണൽ മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴും അല്പമെങ്കിലും നമ്മൾ അവിടേക്ക് നോക്കുമ്പോഴാണ് ഇവരുടെ മഹത്വം മനസ്സിലാകുന്നത്. അതെ. മുഴുവനായി മുങ്ങിപ്പോയ ഇന്ത്യയുടെ മാധ്യമ പരിസരത്തിൽ നിന്ന് കൊണ്ട് നോക്കുമ്പോഴാണ് പാതി മുങ്ങിയ മാധ്യമങ്ങളെ കാണുന്നത്. പാതിയും മുങ്ങരുത്, എഴുന്നേറ്റ് നിവർന്നു നിൽക്കൂ, മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുമെന്നാണ് അവരോട് ഞങ്ങൾ പറയുന്നത്. ഈ ഗോദി മീഡിയ എന്നൊക്കെ പറയുന്നത്, ഇപ്പോൾ താങ്കൾ അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ആ ഒരു കാലത്ത് പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വം എത്രമാത്രം അതുമായിട്ട് ആ ഒരു വിമർശനം തയ്യാറാവുന്നത് അറിയില്ല. പക്ഷെ ഉദാഹരണത്തിന് ഇപ്പോൾ രാഹുൽ ഗാന്ധി അതിലൊരു വലിയൊരു മാതൃക കാണിച്ചിട്ടുണ്ട്. അതായത് ആരും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പല വിഷയങ്ങളും അദ്ദേഹം പവർ പോയിൻറ്റിലൂടെ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് നിങ്ങൾ കണ്ണടക്കുന്ന കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഇടതുപക്ഷ നിലകളിലുള്ള താങ്കൾ ഉൾപ്പെടെയുള്ള പലരുടെയും ആ ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിട്ട് കാണുന്നില്ല. രാഹുൽ ഗാന്ധിയോട് യോജിക്കേണ്ടപ്പോൾ യോജിക്കുകയും വിയോജിക്കുമ്പോൾ ശക്തമായി വിയോജിക്കുകയും ചെയ്യേണ്ടി വരുന്നു. ഞാൻ നേരത്തെ ബുൾഡോസർ രാജിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ആ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇതിനെ കുറിച്ചിപ്പോഴും നിശബ്ദതയിലിരിക്കുന്നു? എന്തുകൊണ്ട് നിശബ്ദതയിലിരിക്കുന്നു? പോട്ടെ, അദ്ദേഹം എടുത്ത പ്രശ്നങ്ങളെക്കുറിച്ച് താങ്കൾ പറഞ്ഞു. ആ പ്രശ്നങ്ങളിൽ വളരെ ഒരു വലിയ പരിധിവരെ സെലക്റ്റീവ് അല്ലേ?
അപ്പോൾ ഹരിയാനയിലെ നൂഹ് എന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്? ഡൽഹിയിലെ വർഗീയ കലാപം ഉണ്ടായി, എന്തായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്? ബുൾഡോസർ രാജ് ഇന്ത്യയിൽ നിലപാടുണ്ടായി, എന്തായിരുന്നു കോൺഗ്രസിൻ്റെ കാര്യത്തിലെ നിലപാട്? ആത്മാർത്ഥമായ നിലപാടുണ്ടോ? അതിൽ ഈ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് കാണുന്നില്ലല്ലോ. ഇനി നയത്തിലേക്ക് വരും. നയത്തിലേക്ക് വരുമ്പോഴും ഈ പ്രശ്നം നിങ്ങൾക്ക് കാണാൻ കഴിയും. നയത്തിൽ എത്രമാത്രം പല നയങ്ങളിലും കോൺഗ്രസ് കൊണ്ടുവന്നത് തന്നെയല്ലേ BJP കൊണ്ടുവരുന്നത്. അപ്പോൾ ഇൻഷുറൻസ് മേഖലയുടെ സ്വകാര്യവൽക്കരണത്തിലേക്ക് വരും. കോൺഗ്രസ് മുമ്പ് എന്താ കോൺഗ്രസിൻ്റെ സമീപനം? ഇത് ഇതിനകത്ത് ഒരു ഐഡിയോളജി, ഒരു സാമ്പത്തിക നയം, വലതുപക്ഷത്തിന് സ്വീകാര്യമായ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, തീവ്ര വലതുപക്ഷത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, സംഘപരിവാറുകാരുടെ പൊളിറ്റിക്കൽ, വംശീയ വിദ്വേഷത്തിൻ്റെ, വർഗീയതയുടെ, വിഭജനത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഒരു വശത്ത്. ഇപ്പുറത്തെ വശത്ത് അതിനോടൊപ്പം ചേർന്ന് തന്നെ നിൽക്കുന്ന സാമ്പത്തിക നയം, വലതുപക്ഷത്തിൻ്റെ സാമ്പത്തിക നയം, നവലിബറൽ സാമ്പത്തിക നയം, സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന, പൊതു ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവൺമെൻറ് പിന്നോട്ട് പോകുന്ന, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൊടുക്കാനുള്ള പണത്തിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന ലെസ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു ആശയം, പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരണത്തിന് വിട്ടുകൊടുക്കുന്ന, നിയമനങ്ങൾ കോൺട്രാക്ച്വലൈസ് ചെയ്യുന്ന ഒരു നയം മറുവശത്ത്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് വരികയാണ്. ഇതിൽ ഈ സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് നയം അത് തന്നെയാണ്. ഒരു വ്യത്യാസമില്ല, നയം അത് തന്നെയാണല്ലോ. ഇനി അതിൽ ഭയങ്കര രസകരമായ കാര്യം, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ന്യൂക്ലിയർ ബില്ലുമായി ബന്ധപ്പെട്ട് ഭേദഗതി ബില്ല് പുതിയ ബില്ല് വന്നപ്പോഴേക്കും ആ ബില്ലിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി 2010 രണ്ടാം UPA ഗവൺമെൻറ് കാലത്ത് നടന്ന പാർലമെൻ്ററി പ്രൊസീഡിങ്സ് മുഴുവൻ കണ്ടു നോക്കി. അന്ന് ഈ നവലിബറൽ നയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനെ ശക്തമായ ഭാഷയിൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ രാജ്യസഭ ശ്രീ അരുൺ ജെയ്റ്റ്ലി ശക്തമായി നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? എന്നിട്ടിപ്പോഴും അതേ നയം കുറെ കൂടി കർശനമായി അരുൺ ജെയ്റ്റ്ലിയുടെ പിന്മുറക്കാർ BJP-കാർ നടപ്പിലാക്കാണ്. രണ്ട് പാർട്ടികൾ മാറുന്നതിനപ്പുറത്ത് അവരുടെ വർഗ താല്പര്യവും അവരുടെ കാഴ്ചപ്പാടും മാറുന്നില്ല, നയം മാറുന്നില്ല. അപ്പോൾ ആ നയം പേറി നടക്കുന്നവർ എങ്ങനെയാണ് ആ നയവും ചുമലിൽ വെച്ച് തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുക, കർഷകർക്ക് വേണ്ടി രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു. കർഷകരെ ദുരിതത്തിലാക്കിയ നയമേത് എന്ന് രാഹുൽ ഗാന്ധി പറയുന്നില്ല. ദുരിതത്തിലായ കർഷകരുടെ അരികിൽ പോയി ഫോട്ടോ എടുത്തത് കൊണ്ട് കാര്യമില്ലല്ലോ. ഈ കർഷകരെ ദുരിതത്തിലാക്കുന്ന നയത്തിൻ്റെ പേര് നവലിബറൽ നയമാണെന്നും അത് ആരംഭിച്ചത് കോൺഗ്രസ് ആണെന്നും റിഗ്രറ്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ആ നയത്തെ അനുകൂലിക്കുന്നതിൽ നിന്ന് പുറത്തു വരണ്ടേ? ഈ ഞാൻ പറഞ്ഞ ഈ മീഡിയകൾ അദ്ദേഹത്തെ ഒരു ഇടതുപക്ഷം, രാഹുൽ എന്നുള്ളൊരു ഇടതുപക്ഷത്തും കാണുന്ന മാധ്യമ റിപ്പോർട്ടിങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോട് ഒരു പുതിയ ഇടതുപക്ഷം എന്ന രീതിയിൽ. അതോടൊപ്പം തന്നെ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം കേരളത്തിൽ VD സതീശനും പറയുണ്ടായി താങ്കളുടെ നമ്മളൊരു ഇടതുപക്ഷമാണ് എന്ന രീതിയിൽ. അങ്ങനെ ഒരു നല്ലതാണല്ലോ. സെൻട്രൽ റൈറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ റൈറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കോൺഗ്രസ്, സെൻട്രൽ റൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് പൊതുവിൽ എല്ലാവരും പറഞ്ഞേക്കാം. ആയിക്കോട്ടെ, അവർ പറയുകയാണ് ഇടതുപക്ഷം, ഞങ്ങൾ ഇടതുപക്ഷമാണെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം നല്ലതായതുകൊണ്ടല്ല, അതേ ഇടതുപക്ഷം ഞങ്ങളാണ് എന്ന് പറയുന്നവർ. അപ്പോൾ എന്ത് തന്നെയായാലും ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ശരിയാണ്, നല്ലതാണ്, ചേർന്ന് നിൽക്കാൻ കൊള്ളാവുന്നതാണ്, പറയാൻ കൊള്ളാവുന്നതാണ് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അത് നല്ലതാണ്. രാഹുൽ ഗാന്ധിയും അങ്ങനെ പോർട്രേറ്റ് ചെയ്യാൻ രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കുന്നവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണ് അങ്ങ്. അപ്പോൾ നമുക്കറിയാം DYFI എന്നും ഈ കഴിഞ്ഞ 10 വർഷം പ്രത്യേകിച്ച് കേരളത്തിൽ DYFIയുടെ ഒരു നിലയെക്കുറിച്ച് പലപ്പോഴും താങ്കൾ തന്നെ പല വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഒരു പ്രക്ഷോഭ സംഘടന എന്നതിൽ നിന്നും മാറി DYFI ഒരു സേവന സംഘടനയായി ചുരുങ്ങി എന്നതിനെക്കുറിച്ചൊക്കെ വിമർശനങ്ങൾ താങ്കൾ പല നിരക്ക് മറുപടി പറഞ്ഞിട്ടുണ്ടാവും. അല്ല, ഞങ്ങളുടെ DYFIയുടെ ഭരണഘടന വായിക്കുമ്പോൾ 80-ലുണ്ടായതാണ് DYFI. അതെ. ഞങ്ങൾക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടും ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ സമരവും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്കും, അതായത് യുവജനങ്ങളെ അണിനിരത്താൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നാടിൻ്റെ പുരോഗതിക്ക്, സമൂഹത്തിൻ്റെ സൊസൈറ്റി എന്ന് പറയുന്ന സ്വന്തമെന്ന കാര്യത്തിനപ്പുറത്ത് സമൂഹത്തിൽ യൂത്തിനെ അണിനിരത്താൻ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും DYFIയുടെ പരിപാടിയുടെ ഭാഗമാണ്. ഞങ്ങളതിൽ നിന്നും വിട്ടുനിൽക്കേണ്ട കാര്യമില്ല. ഇല്ല, ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ സംഘടനയുടെ ലിഖിതമായ പരിപാടിയുടെയും ഭരണഘടനയുടെയും അടിസ്ഥാനത്തിലാണ് പോകുന്നത്.
വ്യത്യസ്ത സമ്മേളനങ്ങളിൽ അങ്ങനെ പോകേണ്ടതുണ്ട് എന്നുള്ള കൂടുതൽ അടിവരയിടലുകളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ DYFI എങ്ങനെയാണ് നവീകരിക്കേണ്ടത്, DYFI എങ്ങനെയാണ് വിപുലപ്പെടുത്തേണ്ടത്, പുതിയ കാലത്തിനനുസരിച്ച് DYFI എങ്ങനെയാണ് കുറ്റമറ്റ ചലനാത്മകമായ ഒരു സംഘടനയായി നിലനിർത്തേണ്ടത്, ഇത് ദേശീയ തലത്തിലും അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഞങ്ങളത് ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ DYFI ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം ഇപ്പോൾ ഒരു ജാതി മനിത ജാതി. വലിയ ജാതി വിവേചനം കൊണ്ട് ഓണർക്കില്ലി നടത്തുന്ന ഒരു സംസ്ഥാനത്ത് ആ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള വിവിധ ക്യാമ്പയിനുകൾ, സമരങ്ങൾ ഒക്കെ ഏറ്റെടുത്ത് പോവാണ്. അതേ DYFI തന്നെ ഇവിടെ മയക്കുമരുന്നിനെതിരായ വലിയ ക്യാമ്പയിൻ ഏറ്റെടുക്കും. തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ മയക്കുമരുന്നിനെതിരായ ക്യാമ്പയിൻ, ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ നടത്തിയ DYFI ആണ്. അത് ചെറിയ കാര്യമായിരുന്നില്ല. അതിൻ്റെ ഭാഗമായി രജനീകാന്ത് ഉൾപ്പെടെയുള്ളവരാണ് അണിനിരുന്നത്. രജനീകാന്ത് ഉൾപ്പെടെയുള്ളവരാണ് നിർത്തിക്കൊണ്ട് തമിഴ്നാടിൻ്റെ നാനാ തുറകളിലുമുള്ള മനുഷ്യരെ അണിനിരത്തിക്കൊണ്ട് തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ മുന്നിട്ട് നയിച്ച DYFI ആണ്. അതിൻ്റെ കൾമിനേഷൻ, അതിൻ്റെ അവസാന പരിപാടിയിൽ നമ്മൾ എടുക്കുന്നത് ലിറ്ററലി 10,000 ചെറുപ്പത്തെയാണ് നിരത്തി തമിഴ്നാട്ടിൽ ചെന്നൈയിൽ നടന്ന ഗംഭീരമായ പരിപാടി. ഉദയനിധി സ്റ്റാലിനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഇത് DYFI നടത്തുന്ന ക്യാമ്പയിനാണ്. ആന്ധ്രയിൽ ഞങ്ങൾ നടത്തുന്നത്. ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ നടത്തുന്നത് സോഷ്യൽ എവിൽസിനെതിരായ മൂവ്മെൻറ്റുകൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാതി വിവേചനമായിരിക്കാം, ഡ്രഗ്സ് ആയിരിക്കാം, തൊഴിലില്ലായ്മ. നിങ്ങൾ ആലോചിച്ചു, തൊഴിലില്ലായ്മയുടെ പ്രശ്നം ഇന്ത്യയിൽ ഡൽഹിയിൽ ഇപ്പോൾ ഞങ്ങളിത് ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുന്നു. വേറെ ആരാ ഏറ്റെടുക്കുന്നത്? ഗിഗ് വർക്കേഴ്സിൻ്റെ പ്രശ്നം പാർലമെൻറ്റിൽ ആദ്യമായി പറഞ്ഞ ഞാനാണ്, ഞാൻ അവകാശപ്പെടുന്നില്ല, എനിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ശക്തമായി ഉന്നയിച്ചവരിൽ ഒരാൾ ഞാനായിരുന്നു. DYFIയുടെ ശബ്ദമാണത്. അതോടൊപ്പം ഇന്ത്യൻ പാർലമെൻറ്റിൽ ആദ്യമായി റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറയുന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഞാനാണ്. DYFI ഡൽഹിയിൽ ചേർത്ത് ഞങ്ങളുടെ കോൺഫറൻസ്, ഞങ്ങളുടെ തൊഴിലില്ലായ്മ കൺവെൻഷൻ, തൊഴിലുമായി ബന്ധപ്പെട്ട് വരുന്ന എംപ്ലോയ്മെൻറ്റ് കൺവെൻഷൻ്റെ ഞങ്ങളുടെ തീരുമാനമാണത്. എത്രമാത്രം വർക്ക് പ്രഷറിനാണ് നമ്മുടെ പുതിയ തൊഴിൽ മേഖലയിലെ ചെറുപ്പത്തെ വിധേയമാക്കുന്നത്. ഈ പ്രശ്നം ഇന്ത്യയിൽ ആദ്യമായി പറഞ്ഞതായിരുന്നു, അവരെ സംഘടിപ്പിക്കുന്നതായിരുന്നു. മാസീവായി സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയാത്ത വിധം ഉള്ള പരിമിതികൾ, രാഷ്ട്രീയമായ പരിമിതികൾ പല സ്റ്റേറ്റിലും ഉണ്ടാകും. പക്ഷേ എന്ന് പറഞ്ഞാൽ പ്രശ്നത്തെ ലൗഡ് ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചാൽ ഞങ്ങളാണ് സംസാരിക്കുന്നത്, വേറൊരാളും സംസാരിക്കുന്നില്ല. അപ്പം ഞങ്ങൾ DYFI ഇപ്പോൾ ചെയ്യുന്നത് തൊഴിലില്ലായ്മയ്ക്കെതിരായ എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിലെന്തായിരുന്നു 1980 DYFIയുടെ മുദ്രാവാക്യം. അതിന്ന് കാലോചിതമായി ഞങ്ങൾ നവീകരിക്കുകയാണ്. എല്ലാവർക്കും തൊഴിൽ എന്നതിനൊപ്പം തന്നെ പുതിയ തൊഴിൽ മേഖലയിലെ അടിമ സമാനമായ സാഹചര്യങ്ങൾക്കെതിരായ പുതിയ സമരവും ഞങ്ങൾ രൂപപ്പെടുത്തുകയാണ്. അവിടെയാണ് ഞങ്ങൾ നിലവിൽ ജോലി കിട്ടിയ യൗവനം ഉണ്ടല്ലോ, പേരിന് വേണ്ടി ജോലി കിട്ടിയവർ, അവരുടെ ജോലി സ്ഥിരത, തൊഴിൽ മേഖലയിലെ ചൂഷണം, ഓവർ ടൈം ജോലി, ഇവിടെയെല്ലാം ഞങ്ങൾ ആദ്യമായി ഇന്ത്യയിൽ റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറയുന്ന ജോലി സമയത്തിന്, നിർദ്ദിഷ്ട ജോലി സമയത്തിന് ശേഷം നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് വിളി വന്നാൽ നിങ്ങളിതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് മാറി നിൽക്കാനുള്ള അവകാശം നിങ്ങൾക്ക് തരിക. അങ്ങനെ ഒരു നിയമം ഇന്ത്യയിൽ ഉണ്ടാകണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട സംഘടന DYFI ആണ്. സ്വകാര്യ മേഖലയിൽ സംവരണം വേണം എന്നാവശ്യപ്പെടുത്ത് DYFIയുടെ കൊച്ചി കോൺഫറൻസാണ്, അവരുടെ കോൺഫറൻസാണ്. കേരളത്തിലേക്ക് വന്നാൽ ഇതേപോലെ തന്നെയാണ്. കേരളത്തിലും ഞങ്ങളിതുപോലെ തന്നെ, കേരളത്തിൽ ഞങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളോട് ജനാധിപത്യപരമായും ക്രിയാത്മകമായും പ്രതികരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് ഉള്ളപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് കളിപ്പിച്ച് തെരുവിലിറങ്ങണമെന്നാണോ പറയുന്നത്? എന്ത് യുക്തിയാണ് അതിലുള്ളത്? അല്ല, ഒരുപാട് ഈ കാലത്ത് തന്നെ PSCയുമായി ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായില്ലേ? അപ്പോഴൊക്കെ DYFI ആ വിഷയങ്ങളിലെല്ലാം ശരിയായ നിലപാട് സ്വീകരിച്ച സംഘടനയാണ് DYFI. കേരളത്തിൽ, ഇന്ത്യയിൽ ഏറ്റവും അധികം പേർക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നിയമനം കൊടുക്കുന്ന സർക്കാരാണ്. കേരളത്തിൽ LDF മാറി വേറൊരു സർക്കാർ അധികാരത്തിൽ വന്നാൽ ഒരു കാരണവശാലും ഇത്രയും നിയമനം നടക്കില്ല. കാരണം എന്താ? ഇങ്ങനെ നിയമനം കൊടുക്കേണ്ടതില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ നവലിബറൽ നയത്തിൻ്റെ പിറകിൽ നടക്കുന്നവരാണ് ഇവർ. അപ്പോൾ BJP ഭരിക്കുന്ന ഇന്ത്യ, നമ്മുടെ രാജ്യത്ത് BJP ഭരിക്കുന്നപ്പോൾ അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്രയും നിയമനം നടക്കുന്നില്ല. അവരുടെ മുദ്രാവാക്യം ലെസ് ഗവേണൻസ് എന്നാണ്. കേരളത്തോട് കേന്ദ്ര സർക്കാരിനുള്ള ഫിനാൻഷ്യലായിട്ടുള്ള എതിരഭിപ്രായം എന്താണ്? എന്താണ്? നിങ്ങൾ ധൂർത്ത് കാണിക്കുന്നത് എന്നാണ്. എന്താ ധൂർത്ത്? നിങ്ങൾ ഇത്രയും സർക്കാർ ജീവനക്കാരെ എന്തിനും തെറ്റിപ്പോറ്റുന്നു? നിങ്ങളെക്കാൾ ചെറിയ സംസ്ഥാനങ്ങളിൽ ഇത്രയും സർക്കാർ ജീവനക്കാരില്ലല്ലോ. ഇത്രയും സ്കൂളുകൾ, അവിടെ സ്ഥിരം അധ്യാപകർ, ഇത്രയും ആശുപത്രികൾ, അവിടെ സ്ഥിരം ജീവനക്കാർ. നിങ്ങളെക്കാൾ
ജനസംഖ്യയുള്ള, നിങ്ങളെക്കാൾ ഭൂവിസ്തൃതിയുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ആവശ്യമില്ലാത്തത്ര ചിലവെന്തിന് നിങ്ങൾക്ക് ലെസ് ഗവേണൻസിലേക്ക് വരൂ എന്നുള്ളതാണ്. മിനിമം ഗവേണൻസിലേക്ക് വരൂ എന്നവർ പറയാം. ഞങ്ങളുടെ പോളിസി വേറെയാണ്, കോൺഗ്രസിൻ്റെ നിലപാടതാണ്. അപ്പോൾ ഞങ്ങൾ ആ യാഥാർത്ഥ്യം കണ്ടുകൊണ്ടല്ലേ DYFI നിൽക്കുന്നത്. ഇപ്പോൾ UDFിൻ്റെ കൺവീനറായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ ഒരു ഗംഭീരമായ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, സർക്കാർ ആശുപത്രിയിൽ ജനിച്ച്, സർക്കാർ സ്കൂളിൽ പഠിച്ച്, സർക്കാരിൻ്റെ ശമ്പളം വാങ്ങി ജോലി ചെയ്ത്, ജീവിതാവസാനം വരെ സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്ന ഏർപ്പാട് ഇനി കേരളത്തിൽ നടക്കില്ല. ഇതിനെയാണ് ഈ പറയുന്ന മിനിമം ഗവേണൻസ് എന്ന് പറയുന്നത്, ലെസ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് ന്യൂ ലിബറൽ പോളിസി എന്ന് പറയുന്നത്. അങ്ങനെയല്ലേ സർക്കാർ സ്കൂളുകളെ അടച്ചുപൂട്ടിയത്? അങ്ങനെയല്ലേ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചത്? ഇവിടെ ഈ ഗവൺമെൻറ്റോ അതിന് വിരുദ്ധമായി പരമാവധി നിയമനങ്ങൾ നടത്തുന്നു. ഇതേ നയമല്ലേ കേന്ദ്രം തുടർന്നുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇൻഷുറൻസ് മേഖലയിലേക്ക് നോക്കൂ, നിങ്ങൾ SBIയിലേക്ക് നോക്കൂ, നിങ്ങൾ മറ്റ് ബാങ്കിങ് സ്ഥാപനങ്ങളിലേക്ക് നോക്കൂ, റെയിൽവേയിലേക്ക് നോക്കൂ, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലേക്ക് നോക്കൂ, പൊതുമേഖലാ എണ്ണ കമ്പനികളിലേക്ക് നോക്കൂ, കേന്ദ്ര സർവകലാശാലകളിലേക്ക് നോക്കൂ. നിയമനങ്ങൾ നടക്കുന്നില്ല. സ്ഥിരം നിയമനം നടത്തേണ്ടതില്ല. എന്തിനു നടത്തുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. കോൺട്രാക്ച്വലൈസേഷൻ്റെ അല്ലെങ്കിൽ പുറംകരാർവൽക്കരണത്തിന് പുതിയ കാലം ഉണ്ടാക്കുകയാണ് അവർ. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഗവൺമെൻറ് ഇവിടെ വളരെ യശസ്സാർന്ന പ്രവർത്തനങ്ങൾ, ഇതിന് ബദലായി ഓൾട്ടർനേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു നിയമനവും ഒരു ദിവസം പോലും മുടങ്ങരുതെന്ന് കേരളത്തിലെ LDF ഗവൺമെൻറ് പറയുന്നു. അതിനെ DYFI സ്വാഗതം ചെയ്യല്ലേ വേണ്ടത്? വെറുതെ DYFI അല്ലേ എന്നാൽ രാവിലെ ഒരു സമരം നടത്തിക്കളയാം, അങ്ങനെ ഏർപ്പാടില്ലല്ലോ. DYFI എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ 10 കൊല്ലം DYFIക്ക് ഒരു സമരവും കൂടെ ചെയ്യേണ്ടി വന്നില്ല എന്നാണ്. അങ്ങനെയല്ല, ഞങ്ങൾ ഉയർത്തേണ്ടി വന്ന മുദ്രാവാക്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അഗ്രസീവായ ഒരു സമരത്തിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വന്നിരുന്നില്ല കേരളത്തിൽ. അത് ആ ഗവൺമെൻറ് സമീപനമാണ്, ഗവൺമെൻറ് നയമാണ്. ആ നയത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. എന്തുകൊണ്ട് DYFI എന്ന് പറയുന്ന സ്വതന്ത്ര യുവജന സംഘടന LDFിനെ പിന്തുണയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാനീ പറഞ്ഞ ഒരു ഓൾട്ടർനേറ്റീവ് കേരളത്തിൽ അവർ സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് പിന്തുണയ്ക്കേണ്ടി വരുന്നത്. അത് ശരിയാണ്. എന്നാൽ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നതിനെതിരെ ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഞങ്ങൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ട ഈ കാര്യത്തെ, തൊഴിലില്ലായ്മ എന്ന പ്രശ്നത്തെ മുൻനിർത്തി വലിയ സമരങ്ങൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നു. അത് കേരളത്തിൽ നടക്കുന്നുണ്ട്. അത് ഞങ്ങളല്ലേ ഉള്ളൂ. അല്ല, ഈ സ്വതന്ത്ര സംഘടന എന്ന് പറയുമ്പോഴും CPIMൻ്റെ ഒരു പോഷക സംഘടനയാണ് DYFI എന്ന് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു വിമർശനം ഉണ്ടെങ്കിൽ പോലും വിമർശിക്കാനാവാത്തൊരു സാഹചര്യം DYFIക്ക് ഉണ്ടോ? DYFIയുടെ നേതാക്കന്മാർക്കുണ്ടോ? DYFIയിൽ CPIMൻ്റെ പോഷക സംഘടന അല്ല. DYFI ഒരു സ്വതന്ത്ര സംഘടനയാണ്. DYFIയിൽ CPIMൽ പ്രവർത്തിക്കുന്ന നിരവധി അംഗങ്ങളുണ്ട്. അതാണ് അതിൻ്റെ കാര്യം. അല്ലാതെ DYFI ഒരു സ്വതന്ത്ര യുവജന സംഘടനയാണ്. അത് വളരെ അങ്ങനെ തന്നെ ഞങ്ങൾ പറയും. ഞങ്ങളിവിടെ സമരം ചെയ്യുന്നില്ല എന്ന് ആരോപിക്കുന്നവരോട് ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നു, ഈ കേന്ദ്രം ഇത്രയധികം തൊഴിൽ വിരുദ്ധമായ സമീപനങ്ങൾ എടുക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെ ഇന്ത്യയിലെ ഏതെങ്കിലും സ്റ്റേറ്റിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിലത് കാണണ്ടേ? അത് എവിടെ ഉയർന്നു വരാത്തെ? യൂത്ത് കോൺഗ്രസ് ഇവിടെയും സമരം നടത്തുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് അതിലൂടെ സമരം ഉയർന്നു വരണ്ടേ? കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ ആയുധമായി യൂത്ത് കോൺഗ്രസ് മാറും, KSU മാറും. ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ വസ്തുതാപരമായ കാര്യങ്ങളെ കാണുകയാണ്. LDF ഗവൺമെൻറ് ഞങ്ങൾക്ക് യോജിക്കാനാകാത്ത, DYFIക്ക് യോജിക്കാനാകാത്ത ഒരു കാര്യം ചെയ്താൽ കേരളം അതിൻ്റെ സംസ്ഥാന ഘടകം അഭിപ്രായം പറയും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അല്ല ഈ കഴിഞ്ഞ 10 വർഷം? എവിടെയാണ് ഉണ്ടാവുക? ഏത് കാര്യത്തിലാണ്? കേന്ദ്രം നിരന്തരമായി നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ചെലവ് ചുരുക്കൂ, നിങ്ങൾ ഈ സർക്കാർ നിയമനങ്ങൾ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതിന് വഴങ്ങാതെ ശക്തമായ നിയമനങ്ങളുമായി മുമ്പോട്ട് പോവല്ലേ? പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം പേർക്ക് നിയമനം കൊടുത്തതിൻ്റെ കണക്ക് കഴിഞ്ഞ ദിവസമാണല്ലോ പുറത്തു വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ എന്നാൽ പിന്നെ വെറുതെ രാവിലെ പോയി സെക്രട്ടറിയുടെ മുമ്പിൽ കല്ലെറിഞ്ഞ് കളയാം എന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. എത്ര അയുക്തികമായ ചോദ്യമാണത്.
അല്ല, ഈ ഒരു രക്ഷാകർതൃത്വത്തോട് അപ്പോൾ CPM എന്ന ഒരു പാർട്ടിയുടെ രക്ഷാകർതൃത്വത്തോട് DYFIക്ക് എവിടെയും കലഹിക്കേണ്ടിയോ വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടിയോ വന്നിട്ടില്ല ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ, അല്ലേ? അങ്ങനെ അല്ല, ഞങ്ങൾ ഗവൺമെൻറ്റിനെയാണല്ലോ, CPM-നോട് കലഹിക്കേണ്ട കാര്യമല്ല. ഞങ്ങൾ ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള DYFIയുടെ വിലയിരുത്തരുത്. ഞങ്ങൾ 100-ൽ 100 ഞങ്ങൾ കൊടുക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ജീവിക്കുന്നത് ആഗോളവൽക്കരണ കാലത്തെ ഇന്ത്യയിലാണ്. ആ 91 മുതൽ ആ നയമാണ്. ആ നയം രാജ്യത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ തലമുറകളിലേക്ക് ഉണ്ടാക്കുന്ന നയമാണ്. ആ നയത്തിനെതിരെ ഒരു ബദൽ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന LDF ഗവൺമെൻറ് നിരുപാധികമായ പിന്തുണ കൊടുക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് DYFIക്കുള്ളത്. ഞങ്ങളത് ചെയ്യുന്നു. ഈ പൊതുവെ DYFIയുടെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്താണ്? എനിക്ക് തോന്നുന്നത്, ഞാൻ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇപ്പോൾ കേഡർമാരുടെ ഒരു അഭാവം ഒരു ശരിയായ രീതിയിൽ ഉണ്ടാകുന്നില്ലല്ലോ എന്നുള്ളൊരു വിമർശനമുണ്ട്. പൊതുവേ അത് യുവാക്കളുടെ ഇന്നത്തെ ഒരു നില കൊണ്ടാണ്, ഒരു രാഷ്ട്രീയ യൗവനം എന്ന് പറയാവുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വിമർശനങ്ങൾ പൊതുവെ ഈ യുവജന സംഘടനകളൊക്കെ അഭിമുഖീകരിക്കുന്നുണ്ട്. DYFI ആണല്ലോ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒരു പ്രധാനപ്പെട്ട ഒരു യുവജന സംഘടന എന്ന രീതിയിൽ അങ്ങനെ അഭിമുഖീകരിക്കുന്നുണ്ടോ? ശരി, വെല്ലുവിളികളുണ്ടാകും. വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ്. അല്ല, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തന്നെ യുവാക്കൾ അതിൽ ഇടപെടാതെ മധ്യവയസ്സുകാരുടെയും പെൻഷൻ പറ്റിയവരുടെയും ഒരു ഇടപാടായിട്ട് അതിനേക്കാൾ പുതിയ കാലത്ത് മാറുന്നുണ്ടോ എന്നുള്ളൊരു വിമർശനം പൊതുവെ സാമൂഹ്യ നിരീക്ഷകരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. വിമർശനങ്ങളോട് നിങ്ങൾ ചോദിക്കുന്നില്ല. നിങ്ങൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ 20 കോടി രൂപ 100 വീടുകൾക്കായി കേരളത്തിലെ DYFI ഇപ്പോൾ കളക്ട് ചെയ്തു. ഞങ്ങളിത് ആകാശത്ത് നിന്ന് കൊണ്ടുവന്നല്ലോ, ഈ വലിയ ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗിച്ച് പിരിച്ചല്ലേ. ഒരു റെസിപ്റ്റ് അടിച്ചിട്ടല്ല, ആളുകളുടെ വീട്ടിൽ പോയി ഇത് ശേഖരിച്ചിട്ടാണല്ലോ. അത് ഈ പോയത് പിന്നാരാ? യൂത്ത് തന്നെയല്ലേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നോക്കൂ, വലിയ യുവജന പ്രാതിനിധ്യം ഉണ്ടാകും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിലും. രാഷ്ട്രീയ പ്രതിബദ്ധതയില്ലായിട്ടാണോ? വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് അത്തരം കാര്യങ്ങൾ. ഞങ്ങളുടെ അനുഭവത്തിനും നിരക്കാത്ത കാര്യമാണ്. ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾ പറയുന്നത് അങ്ങനെ ഒരു വെല്ലുവിളിയില്ല. പക്ഷേ വെല്ലുവിളിയുണ്ട്. വെല്ലുവിളി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ യുവജന സംഘടനാ രംഗത്തേക്ക് വരുന്നൊരാൾ, ആ വരുന്നൊരാൾ പൂർണ്ണസമയ പ്രവർത്തകരായി ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. കാരണം അയാളുടെ ജോലിയുടെ സ്വഭാവങ്ങൾ മാറിയിരിക്കും. നമ്മൾ പുതിയ കാലത്ത് ജോലിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് പൂർണ്ണസമയം അയാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റുന്നതല്ല പഴയതുപോലെ. അതെ, അത് ആ ഉണ്ടായ മാറ്റം പൊതുവിൽ ശരിയായ മാറ്റമാണ്. അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ കൺവെൻഷനലായ പ്രവർത്തനങ്ങളെ നമ്മളെങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാതെ ആളില്ല എന്നോട് പറയില്ല, ആണെങ്കിൽ പുതിയ തലമുറയ്ക്കൊന്നും രാഷ്ട്രീയമില്ല അല്ലെങ്കിൽ അവരൊന്നും താല്പര്യമില്ല എന്നല്ല. രാഷ്ട്രീയത്തിൽ താല്പര്യമുണ്ട്, അവർക്ക് രാഷ്ട്രീയ നിലപാടുണ്ട്. ഇപ്പോൾ താങ്കൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ യുവാക്കളുടെ പ്രാതിനിധ്യവും ഒക്കെ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ഈ ഗ്രാസ് റൂട്ടിൽ വലിയൊരു തിരിച്ചടി CPIM-നും ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് ഉണ്ടായിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. DYFI എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് വലിയൊരു തിരിച്ചടി എന്നല്ല ഞങ്ങളതിനെ കാണുന്നത്. തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. DYFI കാണുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ വേറെയാണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയും തന്നെ കമ്പയർ ചെയ്ത് നോക്കിയാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 110 മണ്ഡലങ്ങളിലായിരുന്നു UDF മേൽക്കൈ ഉണ്ടായിരുന്നത്. അതേ അളവുകോൽ വെച്ച് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയാൽ 60 സംതിങ് തെരഞ്ഞെടുപ്പ് സീറ്റുകളിലേക്ക് അത് UDF-ൻ്റെ മേൽക്കൈ 110-ൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോക്സഭയിൽ നിന്ന് CPIM-ന് അല്ലെങ്കിൽ LDF-ന് മുന്നേറ്റമാണല്ലോ ഉണ്ടായത് എന്നല്ലേ വിലയിരുത്തേണ്ടത്. ഇനി കേരളത്തിലെ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ യഥാർത്ഥത്തിൽ ഒരു വലതുപക്ഷ ഐക്യം രൂപപ്പെട്ട ഒരാൾ. ആ വലതുപക്ഷ ഐക്യത്തിന് പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിപ്പിടിക്കുന്നത്, ഈ ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്നത് ദരിദ്രരും ദുർബലരും സാധാരണക്കാരുമായവരുടെ ജീവിത നിലവാരത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്കൂളുകൾ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആതുരാലയങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലെല്ലാം പലതരത്തിലുള്ള എന്താ പറയുക നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാകും. അവരുടെ താല്പര്യങ്ങൾക്ക് യോജിക്കുന്നതായിരിക്കില്ല ഈ ചെയ്യുന്നത്. അപ്പോൾ ഈ നിക്ഷിപ്ത താല്പര്യക്കാരുടെ ഏകീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർക്ക് ഈ ഗവൺമെൻറ് മാറണമെന്ന് ആഗ്രഹം ഉണ്ടാകും. 2, കേരളത്തിലെ
ഇനി ഒരിക്കൽ കൂടി കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തുടർന്നാൽ UDF-നകത്തുള്ളവരുടെ മാനസികാവസ്ഥ എന്താ? ലീഗ്, കോൺഗ്രസ്, അതിനപ്പുറത്ത് അതിലെ ഘടകകക്ഷികളെയും കൂടി ചേർത്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ BJP, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട്. അപ്പോൾ വലതുപക്ഷം എന്ന് പറയാവുന്ന ഞങ്ങളുടെ വിരുദ്ധ ചേരിയാകെ ഒരു നിരയായി അണിനിരന്നുകൊണ്ട് വലിയ സർക്കാർ വിരുദ്ധ പ്രചരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെതിരെ അഴിച്ചുവിട്ടു. അപ്പോൾ ആ അഴിച്ചുവിട്ടത് ഈ വലിയ വോളിയാണല്ലോ വീഴുന്നത്. അല്ല, അത് പ്രതിരോധിക്കാനാവുന്നില്ലേ? അല്ല, പ്രതിരോധിക്കാനാവുന്നതുകൊണ്ടാണ് നമുക്ക് മെച്ചപ്പെട്ട് കയറി വരാൻ പറ്റുന്നത്. നമ്മളും പ്രതീക്ഷയൊന്നും വിട്ടുപോകേണ്ട കാര്യമില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അല്ലല്ലോ ഈ റിസൾട്ട്. അല്ല, ഈ നമുക്കറിയാം ഈ ഗ്രാസ് റൂട്ടിൽ ഇടതുപക്ഷത്തിന് ഒരു വലിയൊരു തിരിച്ചടി നേരിട്ടിട്ടില്ലേ? അപ്പോൾ ഈ നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി എന്ന് ഞാനതിനെ കാണാം. തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്, ഭയങ്കരമായ തിരിച്ചടി എന്നൊന്നും ഞാനതിനെ പറയുന്നില്ല. ഇപ്പോൾ തിരുവനന്തപുരം ജില്ല തന്നെ എടുക്കും. തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ മുനിസിപ്പാലിറ്റിയിലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് LDF-ന് തിരിച്ചു വരാൻ കഴിഞ്ഞു. ജില്ലാ പഞ്ചായത്ത് നടത്താൻ കഴിഞ്ഞു. നഗരസഭയിലുണ്ടായത് വലിയ തിരിച്ചടിയാണ്. അല്ല, തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് BJP-യുടെ വിജയം തന്നെ വർഷങ്ങളായി തിരുവനന്തപുരം BJP ടാർഗറ്റ് ചെയ്തതായി നമ്മളൊക്കെ ചർച്ച ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ നമുക്കൊരു വേണ്ടത്ര ഒരു പ്രതിരോധം സൃഷ്ടിക്കാനാണത് എന്താണ്? നമുക്കും അപ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ BJP-യെ നമ്മളിവിടെ അടുപ്പിക്കില്ല എന്ന തരത്തിൽ? ഈ ജയിച്ചതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം മുന്നാർക്കുക. നമ്മൾ പരാജയമുണ്ടാകുമ്പോൾ നമ്മളങ്ങനെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. ഒരു കാര്യം നിങ്ങൾ പറഞ്ഞോട് യോജിക്കുകയാണ്. തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്നുള്ളത് BJP-യുടെ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു. ആ പ്രൊജക്റ്റിൽ അവർ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അത് നിങ്ങളതിൻ്റെ മൊത്തത്തിലുള്ള വോട്ട് ഷെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും ഇടതുപക്ഷത്തിനൊരു തിരിച്ചടിയൊന്നും ഉണ്ടായിട്ടില്ല. മീൻസ് വോട്ട് ഷെയറിൽ ഇപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എണ്ണം കൊണ്ട് ഇത് യഥാർത്ഥം കഴിഞ്ഞതിന് മുമ്പുള്ളൊരു തെരഞ്ഞെടുപ്പിനും അതിനോട് അടുത്ത് വന്നിരുന്നു. VK പ്രശാന്ത് മേയറാവുന്ന സമയം വന്നിരുന്നു, നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന സംബന്ധിച്ചാൽ കോൺഗ്രസും CPI-യും LDF-ഉം തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ BJP-യുടെ സഹായം വല്ലാതെ കോൺഗ്രസിന് കൊടുക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുകയും ചെയ്തു. അല്ല, അതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ, എന്നും കോൺഗ്രസ് BJP-യെ സഹായിക്കുന്നൊക്കെ. അങ്ങനെയല്ലത്. നമ്മൾ വസ്തുതാപരമായി പരിശോധിക്കും. തിരുവനന്തപുരത്ത് നഗരസഭയിൽ 2 തരം വാർഡുകളാണുള്ളത്. ഒന്ന് BJP-യും ഞങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന വാർഡുകൾ, 2 കോൺഗ്രസും ഞങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന വാർഡുകൾ. ആദ്യം പറഞ്ഞ വാർഡുകളിൽ കോൺഗ്രസ് ഒരിക്കലും ജയിക്കില്ല. കോൺഗ്രസ് 3-ാം സ്ഥാനത്ത് തന്നെ ആയിരിക്കും. ഞങ്ങളും BJP-യും തമ്മിലാണ് ഫൈറ്റ് ചെയ്യുക. അതിൽ ചില വാർഡുകൾ ഞങ്ങൾക്ക് തവണ തിരിച്ചു പിടിക്കാൻ പറ്റി. എന്നാൽ ഞങ്ങൾ ഉറപ്പിച്ചു വെച്ചിരുന്ന ചിലത് അവിടെ നഷ്ടപ്പെട്ടു. പക്ഷേ ഞങ്ങൾക്ക് വലിയ തിരിച്ചടി വന്നത് എങ്ങനെയാണ്? കോൺഗ്രസും ഞങ്ങളും നേർക്കുനേർ ഫൈറ്റ് ചെയ്യുന്ന കുറേ വാർഡുകളുണ്ടായിരുന്നു. ആ വാർഡിൽ BJP ജയിക്കില്ല. പക്ഷെ BJP-ക്ക് ഇവിടെ വോട്ടുണ്ട്. ജയിക്കാനുള്ള വോട്ടല്ല, ഞങ്ങളെ തോൽപ്പിക്കാനുള്ള വോട്ടുണ്ട്. അപ്പോൾ ആ വാർഡുകളിലെല്ലാം എന്ത് ചെയ്തു? BJP മത്സരിക്കാതെ ഘടകകക്ഷിയായ BDS-നോ മറ്റ് കക്ഷികൾക്കോ കൊടുക്കുകയോ BJP മത്സരിച്ചിട്ടും BJP-യുടെ വോട്ടുകൾ കോൺഗ്രസിന് കൊടുക്കുകയും ചെയ്തു. അവിടെ BJP എടുത്തൊരു സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജി വിജയിച്ചു. എന്താ സ്ട്രാറ്റജി? ആ സ്ട്രാറ്റജി ടോട്ടൽ സ്കോർ ബോർഡിൽ CPI-ൻ്റെ LDF-ൻ്റെ സീറ്റ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കോൺഗ്രസും ഞങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസ് ജയിച്ചു വന്നോട്ടെ എന്ന് അവർ കരുതി. ആ ജയിച്ചു വരുന്നിടത്ത് ഇപ്പോൾ പലയിടത്തും ചില വാർഡുകളിലൊക്കെ ഞങ്ങൾ പരാജയപ്പെട്ടത് തുച്ഛമായ വോട്ടിലാണ്. തുച്ഛമായ വോട്ട്. അവിടെ BJP-യുടെ വലിയ വോട്ട് കോൺഗ്രസിലേക്ക് പോയി. ഞങ്ങൾ BJP-യും തമ്മിൽ നേർ മത്സരിക്കുന്ന സ്ഥലത്ത് കോൺഗ്രസ് വലിയ തോതിൽ വോട്ട് BJP-ക്ക് കൊടുത്തു. അവർ ജയിക്കാത്ത സ്ഥലം. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. BJP-യുടെ ആ സ്ട്രാറ്റജി മാത്രമല്ല, കോൺഗ്രസിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇടത് വിരുദ്ധതയിൽ നിന്ന് ഞങ്ങളെ തോൽപ്പിച്ചാൽ മതി, ഞങ്ങൾക്കൊരു അടി കിട്ടിയാൽ മതി എന്ന് കണ്ടിരുന്നു. എത്ര ആത്മഹത്യാപരമായ സമീപമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള നല്ല കരുത്തുണ്ട്, നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പരാജയ ദിവസവും തിരുവനന്തപുരം ജില്ലയിലെ, തിരുവനന്തപുരം നഗരത്തിലെ ഒരു രാഷ്ട്രീയ സമര സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് ഞങ്ങൾ അവധി കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ തിരിച്ചു വരാൻ. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളൊക്കെ പറയുന്നത് അടുത്തിടെ ഞാൻ കേട്ടതാണ്, അതേ BJP-ക്ക് CPM സീറ്റ് കൊടുത്തു, ഇടതുപക്ഷം CPM കൊടുത്തു, താലത്തിൽ വെച്ച് തിരുവനന്തപുരം
കൊടുത്തു എന്നാണ്. അതേക്കുറിച്ച് എന്താണ് മറുപടി പറയാനുള്ളത്? ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി കമ്മ്യൂണിസ്റ്റ് ഫോബിയ ഉണ്ടാക്കലാണ് മുസ്ലിങ്ങളുടെ. 1992 ബാബറി മസ്ജിദിൻ്റെ തകർച്ചയോടുകൂടി കോൺഗ്രസിനുള്ള വിശ്വാസ്യത കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ടും അവരുടെ റിസോർട്ടായി കണ്ടത് ഇടതുപക്ഷത്തെയാണ്. ഇടതുപക്ഷം മാത്രമാണ് ശരിയായ നിലപാടുകൾ ഇക്കാര്യത്തിൽ ഉയർത്തിപ്പിടിക്കുക. അതിപ്പോൾ ഒരിക്കൽ കൂടി ഈ ബുൾഡോസർ രാജിൻ്റെ കാര്യം വന്നപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്താ, ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഒരു ഷിഫ്റ്റിംഗ് ഉണ്ടായി. കോൺഗ്രസിൽ നിന്നവരെ ഇറങ്ങി ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പണി ഈ കമ്മ്യൂണിസ്റ്റ് ഫോബിയ പടർത്തി മുസ്ലിങ്ങൾക്കിടയിൽ. ഞങ്ങളെയും സംഘപരിവാറിനെയും സാമാന്യവൽക്കരിക്കുകയാണ്. എന്നിട്ട് ഈ ഇറങ്ങിപ്പോയ ആളുകളെ കർവാപ്പസി എടുത്തതാണ് ഈ കോൺഗ്രസിലേക്ക് തന്നെ മടങ്ങി വരും. ഈ പണിയാണ് എടുക്കുന്നത്. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വസ്തുതാപരമായി നിൽക്കും. ഞങ്ങൾ അതിനെയും എതിർത്തുകൊണ്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ വളരെ കൃത്യമായി ഒരു മതരാഷ്ട്രം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ 100% എതിർക്കുകയാണ്. അവർ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ്. പൊതുവേ ഒരു ആരോപണമുണ്ട്, ഈ സോഫ്റ്റ് ഹിന്ദുത്വം ഇടതുപക്ഷം മുറുകെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണല്ലോ. താങ്കൾ ഉൾപ്പെടെ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ സാമൂഹ്യ നിരീക്ഷകരൊക്കെ പൊതുവേ പറയുന്നത്. ഈ ഒരു സോഫ്റ്റ് ഹിന്ദുത്വം ഇടതുപക്ഷം മുറുകെ പിടിച്ചത് കൊണ്ടാണ് ഈ ബാലികേറാമലയാണ് BJPക്ക് എന്ന് കരുതിയ കേരളത്തിൽ ഈ ഒരു അടിത്തറ ചോർന്നു പോകുന്നത് എന്ന ഒരു ഹിന്ദുത്വം മുറുകെ പിടിച്ചതിൻ്റെ ലക്ഷണമാണല്ലോ സംഘപരിവാർ വെട്ടിമാറ്റിയ പാഠഭാഗങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഒരേ ഒരു സ്റ്റേറ്റ് കേരളമാണല്ലോ. ഞങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് അങ്ങനെ ഈ ഗവൺമെൻറ്റോ ഈ പാർട്ടിയോ എവിടെയെങ്കിലും ഒരു നിസ്സംഗത പുലർത്തിയിട്ടുണ്ടോ? ഞങ്ങൾ സോഫ്റ്റ് ഹിന്ദുത്വം പുലർത്തിയത് കൊണ്ടാണല്ലോ ഡൽഹിയിലെ ജഹാംഗീർപുരിയിലെ ബുൾഡോസറുകളുടെ മുമ്പിൽ പോയി വൃന്ദാക്കാരായിട്ട് നിന്നത്. ഞങ്ങൾ സോഫ്റ്റ് ഹിന്ദുത്വം പുലർത്തിയത് കൊണ്ടാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി കർണാടകയിലെ ബുൾഡോസർ രാജിനെക്കുറിച്ച് സംസാരിച്ചത്. ഹരിയാനയിലേക്ക് ഞങ്ങൾ പോയത്, ഛത്തീസ്ഗഡിലേക്ക് ഞങ്ങൾ ഓടിയെത്തിയത്. ഇന്ത്യയിലൂടെ ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുമ്പോഴും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങൾ സോഫ്റ്റ് ഹിന്ദുത്വം പുലർത്തിയിട്ടാണ്. ആരാ ഇതൊക്കെ പുലർത്തിയിട്ടുള്ളത്? കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ LDFിൻ്റെ ഗവൺമെൻറ് ഇരിക്കുന്നു. സംഘപരിവാർ ക്രിമിനലുകൾ പ്രതിയായ ഏതെങ്കിലും ഒരു കേസ് ഞങ്ങൾ എഴുതി തള്ളിയിട്ടുണ്ടോ? എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എഴുതി തള്ളിയിട്ടില്ലേ RSSകാർ പ്രതികളായ കേസ്? MG കോളേജിൽ ഉണ്ടായൊരു സംഘർഷത്തിൻ്റെ ഭാഗമായി ABVP RSS ക്രിമിനലുകൾ പ്രതിയായ ഒരു CIയുടെ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേർക്ക് ബോംബറിന് കേസുണ്ടല്ലോ. ആ കേസിലെ പ്രതികളെ വെറുതെ വിട്ടതല്ല, കേസ് തന്നെ ഒഴിവാക്കി കൊടുത്തു. കേസ് സർക്കാർ പിൻവലിച്ചു കൊടുത്തു നിരുപാധികമായി. അങ്ങനെ സംഘപരിവാറിനെ സഹായിക്കുന്ന നിലപാടാണ് ഞങ്ങൾ എടുത്തുള്ളത്. എന്ത് സോഫ്റ്റ് ഹിന്ദുത്വം ഞങ്ങൾ എടുത്തെന്ന് പറയണേ? ഈ സോഫ്റ്റ് ഹിന്ദുത്വയുടെ ബ്രാൻഡ് അംബാസഡർമാർ ഞങ്ങളെ നോക്കി പറയുകയാണ് ഞങ്ങളത് ചെയ്തതാണ്. എല്ലാം മാറ്റിവെക്കൂ. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 2 തവണയെങ്കിലും ശ്രീ ശശി തരൂർ ഇപ്പോഴും ശക്തമായ സംഘപരിവാറിനുള്ള നിലപാട് സ്വീകരിക്കും. ഇക്കഴിഞ്ഞ ദിവസം ശ്രീ ദിഗ്വിജയ് സിംഗ് നടത്തി. ആ സംഘപരിവാറിനുള്ള നിലപാട് സ്വീകരിക്കുന്ന ശശി തരൂരിനെ കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസിനുണ്ടോ? അവരെ വിമർശിക്കാൻ, അയാളെ വിമർശിക്കാൻ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി നുണ ഫാക്ടറികൾക്ക് സാധിക്കുന്നുണ്ടോ? ഇടതുപക്ഷമില്ലാത്ത കേരളത്തെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിച്ചു കൊള്ളണം. ഇടതുപക്ഷമില്ലാതായി പോകുന്ന കേരളം, ആ കേരളത്തിൽ സംഘപരിവാറിനെ പ്രതിരോധിക്കാൻ പിന്നെ ആരാണ് ഉണ്ടാവുക? ഈ കേരളത്തിൽ ഈ വിദ്വേഷ പ്രസംഗങ്ങൾ തന്നെ നിരന്തരം നടത്തുന്ന ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തെക്കുറിച്ചും വിമർശനമുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിലുള്ള ഒരു ഭാഗത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ഈ ജനതാണ് ഇന്ന് പോലും അദ്ദേഹത്തിൻ്റെ ഈ സമയത്ത് പോലും അദ്ദേഹം നടത്തിയ ഞങ്ങൾ കാണേണ്ട കാര്യം, ഞങ്ങൾക്ക് യോജിക്കേണ്ടവരോട് യോജിക്കും, വിയോജിക്കേണ്ടവരോട് വിയോജിക്കും. CPM അല്ല SNDP, CPM അല്ല NSS. പക്ഷേ ഏത് സമുദായ സംഘടനകളായാലും അവരോട് യോജിക്കേണ്ട കാര്യങ്ങളിൽ യോജിക്കും, അവർ പറയുന്ന കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിൽ വിയോജിക്കും. അതിൽ ഞങ്ങൾക്കെന്തിനാണ് ഇതിനകത്തൊരു കാര്യം വരുന്നത് എന്താണെന്നറിയാമോ? അത് വലിയ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ സമുദായ സംഘടനാ നേതൃത്വമായിട്ടെല്ലാം വലതുപക്ഷത്തിനാണ് അടുപ്പമുണ്ടെന്നിരിക്കട്ടെ, വലതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുമെന്നിരിക്കട്ടെ. അതെ അതെ, അങ്ങനെയാണല്ലോ കൂടുതൽ നേരത്തെ അങ്ങനെയാണ് അല്ലേ? അതെ. あ അപ്പോഴും ഈ ഇത്തരം ഓഡിറ്റുകളൊന്നുമില്ല. あ അതെ അതെ. あ അപ്പോഴും ഈ ഇത്തരം ഓഡിറ്റുകളൊന്നുമില്ല. あ അപ്പോഴും ഈ ഇത്തരം ഓഡിറ്റുകളൊന്നുമില്ല. あ അപ്പോഴും ഈ ഇത്തരം ഓഡിറ്റുകളൊന്നുമില്ല.
അല്ല ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ആര് പിന്തുണയ്ക്കുമ്പോഴും അതിൽ ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട് എങ്കിൽ ഞങ്ങളത് പറയും, യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കേരളത്തിലെ എല്ലാ സമുദായ സംഘടനകളോടും എല്ലാ മതസംഘടനകളോടും വർഗീയ സംഘടനകൾ ഒഴികെയുള്ള RSS, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ ഓർഗനൈസേഷൻസ് മാറ്റി തുടങ്ങിയാൽ മുഴുവൻ പേരോടും വളരെ നല്ല കോർഡിയലായിട്ടുള്ള ബന്ധവും ഊഷ്മളമായ ഡയലോഗുകളും ഉണ്ടായി മുൻപോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന സെക്രട്ടറിയാണ്. അതിൻ്റെ അർത്ഥം അവരുടെ എല്ലാ കാര്യങ്ങളോടും ഉപാധിരഹിതമായി പിന്തുണയ്ക്കുക എന്നല്ല. ഇപ്പോൾ പലരോടും ഞങ്ങൾക്ക് എതിർക്കേണ്ടി വരും, യോജിക്കേണ്ടിയും വരും. അപ്പോൾ ഓരോ കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പോൾ സൂംബ ഡാൻസിൻ്റെ പ്രശ്നം ചില മുസ്ലിം സംഘടനകളോട് ഞങ്ങൾക്ക് അതിൽ വിയോജിപ്പ് അവർക്കും ഉണ്ടായി, ഞങ്ങൾക്കും ഉണ്ടായി. അതിൻ്റെ അർത്ഥം ആത്യന്തികമായി ആ വിയോജിപ്പ് അങ്ങനെ നിൽക്കുക എന്നുള്ളതല്ല. അതിൽ ഞങ്ങളുടെ അഭിപ്രായമുണ്ട്, അവരുടെ അഭിപ്രായം വേറെ ആയിരിക്കാം. അപ്പോൾ ഏത് കാര്യത്തിലാണോ അത്, പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ആരോഗ്യകരമായൊരു നല്ല ബന്ധം SNDP ഉണ്ടാകണമെന്ന്, NSS ഉണ്ടാകണമെന്ന്, വിവിധ മതസംഘടനകളോടുണ്ടാകണമെന്ന്, സഭകളോടുണ്ടാകണമെന്ന്, മുസ്ലിം സംഘടനകളോട്, ജമാഅത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ഒഴികെയുള്ള മുഴുവൻ പേരോടും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആഗ്രഹത്തിൻ്റെ ഭാഗം മാത്രമാണ് ഇതല്ലേ ഈ ഇവർ പറയുന്ന ഈ പൊതുവെ വിമർശകർ പറയുന്ന അത് അല്ല. വിമർശകർ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാവരോടും അങ്ങനെയാണ്. ഇതിനകത്ത് കാണേണ്ട കാര്യം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിലുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ലീഗ് വല്ലാതെ പ്രതിരോധത്തിൽ പോയി. ഈ മുസ്ലിം സംഘടനകളുടെ എല്ലാം ഒരു അട്ടിപ്പറ അവകാശം ആരായിരുന്നു അവകാശപ്പെട്ടിരുന്നത്? ലീഗാർ. ഇന്നവർക്ക് ആ ലീഗ് എന്ന പാലവും മേൽവിലാസവും ഇല്ലാതെ തന്നെ കേരള ഗവൺമെൻറ്റിനോടൊരു കമ്മ്യൂണിക്കേഷൻ ഇന്ന് സാധ്യമായിരിക്കും. ശരിയല്ലേ? നമ്മൾ നോക്കിയാൽ കാണാം അത് ലീഗിനെ അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഒരു കച്ചവട താല്പര്യവുമില്ലാതെ, ഒരു ധന താല്പര്യവുമില്ലാതെ ഏത് ന്യായമായ കാര്യം ചെയ്യാൻ കഴിയുന്നുണ്ട്. ഏതെങ്കിലും ക്രൈസ്തവ സഭാ നേതൃത്വവുമായി ഈ ഗവൺമെൻറ്റോ ഈ പാർട്ടിയോ എപ്പോഴെങ്കിലും കലഹിച്ചു പോയി കഴിഞ്ഞ 10 വർഷത്തിലോ ഒരു ഏറ്റുമുട്ടൽ? അല്ല, ലീഗ് കൂടാതെയുള്ള അല്ല ഈ യാഥാസ്ഥിതിക മത ഈ പുരോഹിതരുമായിട്ടുള്ള ഒരു കൂട്ടിനെ കുറിച്ചും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ സൂംബ ഡാൻസിൻ്റെ പ്രശ്നം വന്നു, അവർക്ക് വേറെ അഭിപ്രായം, ഞങ്ങൾക്ക് വേറെ അഭിപ്രായം. അതുള്ളപ്പോഴും എന്താണ് അവരും എല്ലാവരുമായി നല്ല ബന്ധത്തിൽ പോകണം. അത് ഗവൺമെൻറ് ബാധ്യതയല്ലേ. അത് ഞാൻ അത് ഉപയോഗിച്ച് പറഞ്ഞ വളരെ ആരോഗ്യകരമായ ബന്ധം പുലർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതുണ്ടാകുന്നതാണ് നമ്മുടെ ജനാധിപത്യം നല്ലത്. അതേസമയം തന്നെ നമ്മൾ യോജിക്കേണ്ട കാര്യങ്ങളിൽ യോജിക്കുക, വിയോജിക്കേണ്ടടുത്ത് വിയോജിക്കുക. അത് എല്ലാവരോടും അങ്ങനെ പോകണം. അത് അങ്ങനെ എല്ലാവരുമായിട്ടും നല്ല ബന്ധത്തിൽ പോകുന്നത് കോൺഗ്രസിനെയും മറ്റും വല്ലാതെ അസ്വസ്ഥപ്പെടുന്നുണ്ട്. ലീഗിനെ പ്രത്യേകിച്ചും അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഇവിടെ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി വർഗീയ കലാപങ്ങളില്ലാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനം. അത് ചെറിയ കാര്യമല്ല ഇന്നത്തെ ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ ഒരു കേരളത്തെ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ ഗുണം വേറൊരു തരത്തിൽ കൂടി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നിക്ഷേപം, അതോടൊപ്പം തന്നെ ആൾക്കൂട്ടക്കൊലയുടെ ഒക്കെ വിമർശനങ്ങളുണ്ട്. ആൾക്കൂട്ടക്കൊല ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവമാണ്. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയുമ്പോൾ ഒറ്റപ്പെട്ടതായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അത് അക്കൗണ്ടബിളുമാണ്, അതിന് ശിക്ഷയുണ്ട്. ആ ഇരകൾക്ക് പോലും ഒരു കെയർ കൊടുക്കാൻ കഴിയുന്നൊരു മെക്കാനിസം കൂടെയുണ്ട്. ഒറ്റപ്പെട്ടതെന്ന് പറയുന്നത് ആ അക്രമികളെ ഒറ്റപ്പെടുത്തുന്ന പൊതുബോധം ഗവൺമെൻറ്റിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടായി. കേരളത്തിന് പുറത്താണെങ്കിൽ അതല്ല. ഈ ക്രിസ്മസ് ദിവസങ്ങളിൽ മാത്രം ഇന്ത്യയിൽ എത്രമാത്രം ക്രൈസ്തവ ആരാധനാലയങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ഗവൺമെൻറ് തന്നെ സ്പോൺസർ ചെയ്യല്ലേ, ഭരണകൂടം സ്പോൺസർ ചെയ്ത് തന്നെ ചെയ്യല്ലേ. അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലുണ്ടോ? കേരളത്തിൽ എന്നാൽ കരോൾ സംഘപരിവാർ ആക്രമിച്ചു, അവരെ ഒറ്റപ്പെടുത്തുന്നു, അവരെ ജയിലിലടയ്ക്കുന്നു. മറ്റിടത്താണെങ്കിൽ പുരോഹിത വേഷം ധരിച്ച ആളുകളെ, കന്യാസ്ത്രീകളെ ഉൾപ്പെടെ പിടിച്ച് വേഷം ധരിച്ചതിൻ്റെ പേരിൽ ജയിലിലാക്കുന്നു. അപ്പോൾ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന, ഭരണഘടന വിഭാവനം ചെയ്യുന്ന സെക്കുലർ കോൺസെപ്റ്റ് സംരക്ഷിക്കപ്പെടുന്ന ഒരു നല്ല ഇന്ത്യൻ സംസ്ഥാനമായി കേരളത്തിൽ നിലനിൽക്കാൻ കഴിയുന്നു. കോൺഗ്രസ് ആണ് വന്നാൽ അത് നടക്കുമോ? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായി പറയാം. റിപ്പോർട്ടർ ടിവിയുടെ പഴയ ഒരു അഭിമുഖമുണ്ട്. ശ്രീ വേണു ബാലകൃഷ്ണൻ, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുമായി നടത്തിയ അഭിമുഖം. ലേപ്പൽ ഊരി മൈക്കൂരി കളഞ്ഞിട്ട് അസ്വസ്ഥനായ അദ്ദേഹം
അസഹിഷ്ണുത പുലർത്തി ഇറങ്ങിപ്പോകുന്നത്. നിസാർ കമ്മീഷനെ കുറിച്ചുള്ള ചോദ്യത്തിനോട് പ്രതികരിച്ചാണ് ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുന്നത്. കാസർഗോഡ് വർഗീയ കലാപവുമായി ബന്ധപ്പെട്ട് നിസാർ കമ്മീഷൻ്റെ നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീ വേണുഗോപാലകൃഷ്ണൻ്റെ ചോദ്യത്തിന് മറുപടി നൽകാനാകാതെയാണ് ഇറങ്ങിപ്പോകുന്നത്. പോപ്പുലർ ഫ്രണ്ടുകാർ പ്രതികളായ കേസുകൾ വ്യാപകമായി കേരളത്തിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലത്ത് പിൻവലിക്കപ്പെട്ടിട്ടില്ലേ ലീഗിൻ്റെ സമ്മർദ്ദത്തിൽ? ആരായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക? ഇപ്പുറത്തെ വശത്ത് RSSകാർ പ്രതികളായ കേസുകൾ പിൻവലിക്കപ്പെട്ടിട്ടില്ലേ? ഇത് നടന്ന കേരളത്തിൻ്റെ യാഥാർത്ഥ്യമല്ലേ? ഇനി നാളെ UDF അധികാരത്തിൽ വന്നാൽ സംഭവിക്കാൻ പോകുന്ന ദുരന്തവും അതായിരിക്കില്ലേ? വേറൊന്നും വേണ്ട. യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിളായ ശ്രീ വേണുഗോപാലകൃഷ്ണൻ്റെ അഭിമുഖത്തോട് ഉമ്മൻചാണ്ടി സാർ എങ്ങനെയാണ് പ്രതികരിച്ചിറങ്ങി പോകുന്നത് നോക്കൂ. 2 മാറാട് കലാപങ്ങൾ നോക്കൂ. ആ 2 മാറാട് കലാപത്തിൻ്റെ കാലത്ത് അവിടെ ക്യാബിനറ്റ് റാങ്കുള്ള ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക് MK മുനീറിനും ആ സഭയ്ക്ക് അവിടെ പോകാൻ പറ്റിയില്ലല്ലോ സ്ഥലത്ത്. AK ആൻ്റണി ഭരിക്കുന്ന കാലം. AK ആൻ്റണി ഭരിക്കുന്ന കാലം. ഇത് കേരളത്തിൽ നടന്ന കാര്യമല്ലേ? അന്ന് അവിടേക്ക് ആ ദുരന്ത ഭൂമിയിലേക്ക് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പോയപ്പോഴും ഇതേ വിലക്കുണ്ടായിരുന്നല്ലോ. ഏതാ? നമ്മുടെ എളമരം കരീമിനെ കൊണ്ടുവരരുതെന്ന്. VKC മുഹമ്മദ് കോയ എന്ന ആ ബേപ്പൂർ മണ്ഡലത്തിൻ്റെ MLAയെയും അപ്പുറത്ത് സഖാവ് എളമരം കരീമിനെയും ചേർത്ത് നിർത്തി പോയി സഖാവ് പിണറായി വിജയൻ. കേരളത്തിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ, പ്രശ്നങ്ങളുണ്ടാക്കാൻ താല്പര്യമുള്ള കക്ഷികളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നൊരു ഗവൺമെൻറ് കേരളത്തിൽ വരരുത്. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ്, ഞങ്ങൾ പറഞ്ഞു 3 തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇനിയിപ്പോൾ മെയ്യിൽ വരികയാണ്. ഇപ്പോൾ അസാധാരണവിധം ഒരു ആത്മവിശ്വാസം UDF ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇപ്പോൾ തർക്കം എന്നുള്ളത് ആര് മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഇപ്പോൾ KC ആണോ മുഖ്യമന്ത്രി, VD സതീശനാണോ മുഖ്യമന്ത്രി എന്നുള്ളതാണ്. LDFൻ്റെ ക്യാമ്പിൽ LDFൻ്റെ ഒരു കാഴ്ചയിൽ എന്താണ് പറയാവുന്നത്? ഒരു 3ാം സർക്കാർ, ഇത്ര കാലം 3ാം സർക്കാർ വരും എന്നുള്ള ഒരു വിശ്വാസത്തിന്, 3ാം പിണറായി സർക്കാർ എന്ന് പറയുന്ന ഒരു വിശ്വാസത്തിന് ഒരു വിള്ളൽ വീണിട്ടുണ്ടോ? ഒരു നിരാശ സംഭവിച്ചിട്ടുണ്ടോ? DYFI എങ്ങനെയാണ് കാണുന്നത്? ഒരിക്കലുമില്ല. അങ്ങനെ വിള്ളൽ വരരുതെന്ന് ആഗ്രഹിക്കുന്ന സംഘടനയാണ് DYFI. കാരണം ഈ കേരളത്തിലെ നിയമന നിരോധനമില്ലാതെ ഈ ആളുകൾക്കെല്ലാം നിയമനം കൊടുക്കുന്ന ഈ വികസനം തുടരണ്ടേ? അതേ തിരിച്ച് പഴയതിലേക്ക് നമ്മൾ തിരിച്ചു പോരാണോ? നിയമനമില്ലാത്ത, അത് നിയമന നിരോധനം ഉണ്ടായിരുന്നു. സ്കൂളുകൾ അടച്ചു പൂട്ടിയിരുന്നു. സർക്കാർ നമ്മുടെ കോളേജുകൾ അതുപോലെയായിരുന്നു. നമ്മുടെ മെഡിക്കൽ കോളേജുകൾ, നമ്മുടെ ആതുരാലയങ്ങൾ, ഇതെല്ലാം വലിയ പ്രയാസത്തിലായിരുന്നു. ഇതെല്ലാം ചരിത്രമാണല്ലോ. അപ്പോൾ അതിലേക്ക് മടങ്ങിപ്പോവുകയല്ല വേണ്ടത്. ഞങ്ങൾക്ക് ഒരു മുന്നോട്ടുള്ള പോക്കാണ് വേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. മറ്റൊരു കാര്യം ചോദിച്ചാൽ, ഇപ്പോൾ VD സതീശൻ പറഞ്ഞു ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മൾ 50% യുവാക്കൾക്ക് സീറ്റ് കൊടുക്കും, സ്ത്രീകൾക്ക് സീറ്റ് കൊടുക്കും, അവർക്ക് പ്രഖ്യാപിച്ച് കഴിഞ്ഞു എന്നുള്ളത്. DYFI പൊതുവേ അങ്ങനെ ആ രീതിയിൽ സീറ്റുകൾ ആവശ്യപ്പെടുന്ന സംഘടനയോ ആ സംഘടനാ സംവിധാനം പ്രകാരം അങ്ങനെയല്ലെന്നറിയാം. പ്രത്യേകിച്ച് എങ്കിലും അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവേണ്ടതല്ലേ? യുവനിര എന്നുള്ള DYFIക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലേ? ബാധിക്കുന്ന കാര്യമല്ല. അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഞങ്ങളതിലൊന്നും പോയി അഭിപ്രായം. ഞങ്ങളെ ബാധിക്കുന്ന യൂത്ത് കോൺഗ്രസിനെയൊക്കെ അതാണ് ബാധിക്കുന്നത്. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം വയനാട്ടിൽ വീട് വെച്ച് കൊടുക്കുക. ഞങ്ങളെ ബാധിക്കുന്ന കാര്യം പൊതുജോർ കൃത്യമായിട്ട് എത്തിക്കുക. രാജ്യത്ത് ഗിഗ് വർക്കേഴ്സിൻ്റെ പ്രശ്നത്തിൽ ഇടപെടുക. രാജ്യത്ത് തൊഴിൽ സമരങ്ങൾ ശക്തിപ്പെടുത്തുക. അനീതികൾക്കെതിരെ ശബ്ദിക്കുക. ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രയോറിറ്റികൾ. യൂത്ത് കോൺഗ്രസിന് ഇതൊക്കെ കാണും. അത് വെച്ച് ഞങ്ങളെ അളക്കരുത്. അല്ല, അതിലൊരു പുരോഗമന ഇതില്ലേ? ഒരു അതായത് യുവാക്കൾക്ക്, സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യം നൽകുന്നതിന് ഒരു പുരോഗമനവും DYFI കാണുന്നില്ലേ? അവർ നടത്തി കാണിക്കട്ടെ. അത് ഞങ്ങൾ പറയുന്നത് പുരോഗമനവും ഇതുമായിട്ടുള്ള ബന്ധമല്ലല്ലോ. ഞങ്ങളുടെ കപ്പ് ഓഫ് ടീ അല്ല അത്. DYFIയെ സംബന്ധിച്ച് അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതല്ല. അതല്ല ഞങ്ങളുടെ പ്രവർത്തനം. ഞങ്ങൾ പരിപാടിയും ഭരണഘടനാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഞങ്ങളുടെ പരിപാടിയിലും ഭരണഘടനയിലുമുള്ള ചർച്ച അല്ല ഞങ്ങളുടെ പ്രയോറിറ്റി അല്ല. എന്തിനാണ് ഞങ്ങളതിൽ ചിന്തിക്കേണ്ട കാര്യം? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ CPM അതിനെക്കുറിച്ച് ആലോചിക്കുകയോ CPM നടപ്പിലാക്കുകയോ ചെയ്തോട്ടെ. LDFലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ നടപ്പിലാക്കിക്കോട്ടെ. അത് അവരുടെ ഫോറത്തിൽ ചർച്ച നടത്തിക്കോട്ടെ. അവരുടെ ഫോറത്തിലുള്ള ചെറുപ്പക്കാരുണ്ടെങ്കിൽ അവരവിടെ ചർച്ച ചെയ്തോട്ടെ. ആസ് എ യൂത്ത് ഓർഗനൈസേഷൻ DYFIയുടെ പ്രയോറിറ്റിയോ ഫോക്കസോ അല്ലത്. ഞങ്ങൾ അത്തരം ചർച്ചകൾ ഏർപ്പെടുന്നവരല്ല. ഞങ്ങൾക്ക് ആ സമയമുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റു ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. അപ്പോഴും അവസാനത്തെ ഒരു ചോദ്യം, ഈ DYFI അത്രമാത്രം ആത്മവിശ്വാസത്തെയാണ് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെയും കാണുന്നത്? അല്ല, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, കേരളം തോറ്റുപോകാൻ പാടില്ല. കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന മുന്നേറ്റങ്ങൾ പിറകിൽ പോകാൻ പാടില്ല. എന്നോട് കഴിഞ്ഞൊരു ദിവസം ഇതിന് മറുപടി അത് നല്ലതാവുമെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ ഒരാൾ എന്നോടൊപ്പം യാത്ര ചെയ്യാൻ
അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയമുള്ള ആളല്ല, വേറൊരു മേഖലയിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരിക്കൽ കൂടി പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് വലതുപക്ഷ ലീനിയൻസ് ഉള്ള ആളാണ്, അത് എനിക്ക് നേരത്തെ അറിയാം, എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു സന്തോഷം. അപ്പോൾ അദ്ദേഹം തുടർന്നു അതിൻ്റെ ബാക്കി കാര്യം. എന്താ കാരണം? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊരു വ്യവസ്ഥയുണ്ട്, നിങ്ങൾ വന്നാൽ ഡെവലപ്മെൻറ്റ് നടക്കും, നിങ്ങൾക്കൊരു വ്യവസ്ഥയുണ്ട്, മറുവശത്തതില്ല. അവിടെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ്, ഓരോ നേതാവും ഓരോ പാർട്ടിയാണ്. ഇതാണ് ഞങ്ങൾക്ക് കേരളത്തോട് പറയാനുള്ളത്. അല്ല, ഇന്ന് കാണുന്ന കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ലീഡർഷിപ്പും അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യവും. നിങ്ങൾ UDF കുറിച്ചുള്ള ചർച്ച ഇപ്പോൾ അവിടെ ആരും മുഖ്യമന്ത്രിയാവുന്ന, അവിടെ വളരെ ക്ലിയറാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു പൊതു നിരീക്ഷകൻ, ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞ ഒരു നിരീക്ഷണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര വലിയ പൊളിറ്റിക്സ് ഉണ്ട് അതിന്, എത്ര മാനങ്ങളുണ്ട്. അവിടെ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ്, ഓരോ നേതാവും ഓരോ പാർട്ടിയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് അത് അറിയാം. എന്ത് തന്നെയാലും UDF അധികാരത്തിൽ വന്നാൽ ഏതാണ്ട് ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ എല്ലാം അലങ്കോലമാകുമെന്ന് കേരളീയർക്കറിയാം. അപ്പോഴും UDFനെ ജയിപ്പിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പായാലും അതിനു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നമ്മളിപ്പോൾ അതൊക്കെ ചർച്ച ചെയ്തു. അങ്ങനെയുള്ള ആ ഒരു 4ാമത്തെ തെരഞ്ഞെടുപ്പോടും ഈ ഒരു ആത്മവിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയല്ല അതിനകത്ത് കാര്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2021 മുമ്പുള്ള 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വല്ലാതെ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു. 2010 ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ 21 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നാൽ ഞങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടി തുടർഭരണം വന്നു. നിങ്ങളതിന് പുറകിലോട്ട് പോയാൽ മതി. 2011 തെരഞ്ഞെടുപ്പ് 2011 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഞങ്ങൾ വിജയത്തോടടുത്താണ് പരാജയപ്പെട്ടത്. ഇപ്പോഴും കോൺഗ്രസ് ഇപ്പോഴുണ്ടായ വോട്ട് ഷെയർ ഉണ്ടല്ലോ, 60 ചില്ലുവാനും സീറ്റുകളിൽ 69 എന്നാണ് എനിക്ക് തോന്നുന്നത്, സബ്ജക്റ്റ് ടു കറക്ഷൻ, കോൺഗ്രസിന് മേൽക്കൈയുണ്ടാകും. അതിൽ ലീഗിൻ്റെ കോൺട്രിബ്യൂഷൻ മാറ്റി നിർത്തി പറഞ്ഞാൽ കോൺഗ്രസിൻ്റെതായ കോൺട്രിബ്യൂഷൻ എത്രയാണ്? എത്ര സീറ്റുകൾ നിൽക്കും? ലീഗിനെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സംഘടനയായി മാത്രം കോൺഗ്രസ് മാറി. നിങ്ങളീ പരാമർശിച്ച കണക്കുകൾ മാത്രം നോക്കിയാൽ മതി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറ്റി വെച്ചോളാം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേറൊരു പാറ്റേണാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ ലാസ്റ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് 69 സീറ്റുകളിലാണ് UDFന് മേൽക്കൈ. ലോക്സഭയിൽ അത് 110 സീറ്റിലായിരുന്നു മേൽക്കൈ. ഈ 69 എന്ന് പറയുന്ന നമ്പറിൽ ലീഗിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? കോൺഗ്രസിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? മുന്നണിയായാണ് മത്സരിക്കുന്നത്, ശരിയാണ്. ആ കോൺഗ്രസ്, ദുർബലമായ കോൺഗ്രസ് 4-5 കഷ്ണങ്ങളാണ് ഇപ്പോൾ തന്നെ. അപ്പോഴതിൽ അധികാര മേൽക്കൈയാക്കായിരിക്കും ലീഗ്. അതിന് തർക്കമുണ്ടോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അതിൽ വേറെ അവർ മുന്നണി എന്നുള്ള നിലയിൽ ശരി തന്നെയാണ്. അവിടെയാണ് ഞാൻ പഴയ ഉമ്മൻചാണ്ടിയുടെ വേണുഗോപാലകൃഷ്ണനുമായിട്ടുള്ള അഭിമുഖത്തെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് വളരെ പ്രസക്തമായൊരു കാര്യമാണ്. കോൺഗ്രസിൻ്റെ സംഖ്യ എത്ര എന്ന് പറഞ്ഞ് കോൺഗ്രസിനെ എണ്ണം കൂട്ടിയിരിക്കട്ടെ, കോൺഗ്രസിനാണ് കൂട്ടട്ടെ, എന്തുപയോഗം? കോൺഗ്രസ് നന്നാവുമെന്ന് കോൺഗ്രസ് ഇപ്പോൾ കർണാടകയിൽ നല്ല ഭൂരിപക്ഷത്തിലായിരുന്നു കർണാടകയിൽ കോൺഗ്രസിന് അധികാരം കിട്ടിയത്. ആദ്യ ദിവസം മുതൽ ഇതുവരെ പരസ്പരം അടിയല്ലേ. അവിടെയാണെങ്കിൽ 2 മുഖ്യമന്ത്രിമാരെ കാലത്തിലുള്ളൂ. മുഖ്യമന്ത്രി മോഹിയായ 2 പേരാണ്. മൂന്നാമതൊരാളെ ഇതുവരെ നമ്മളാരും കേട്ടിട്ടില്ല, സിദ്ധരാമയ്യയും ശ്രീ DK ശിവകുമാറാണ്. ഇവിടെയാണെങ്കിൽ 5 പേരോ ഒറ്റ ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ എന്താകും കേരളത്തിൻ്റെ അവസ്ഥ? അങ്ങനെ ഒരു സ്ഥലത്ത് ഗവേണൻസ് നടക്കുമോ? വികസനം നടക്കുമോ? അവിടെ എന്ത് സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഉണ്ടാകും? എന്ത് ഗവേണൻസ് എടുക്കും? ഇതുവരെ നമ്മൾ ഉണ്ടാക്കി വെച്ച എല്ലാ നേട്ടങ്ങളും തഴപ്പില്ലേ? ഇത് വസ്തുതപരമായി ഞാൻ പറയുന്ന കാര്യമല്ലേ, കേരളത്തിൻ്റെ വെറുതെ ഒന്ന് ചിന്തിക്കാവുന്ന കാര്യമല്ലേ. LDF വരുന്നു, LDF കുറവുണ്ടായിരിക്കുക, ഞങ്ങൾ ആ കുറവുകൾ തിരുത്താം, ഞങ്ങൾ ജനങ്ങളോട് പറയാം, നിങ്ങൾ വീടുകളിലേക്ക് പോകാൻ കുറവുണ്ടോ, ഞങ്ങൾ കുറക്കാം. മനുഷ്യരല്ലേ ഞങ്ങൾ. നേരത്തെ ഞാൻ എൻ്റെ ആദ്യം പറഞ്ഞത്, ഞങ്ങൾക്ക് കുറ്റങ്ങൾ ഏറ്റുപറയാനും ഞങ്ങളുടെ കുറവുകൾ ഏറ്റുപറയാനും മടിയുള്ളവരല്ല കമ്മ്യൂണിസ്റ്റുകാർ. ഒരു മടിയില്ല. ഞങ്ങൾ കുറ്റമുണ്ടോ കുറവുണ്ടോ ഞങ്ങൾ തിരുത്താം. പക്ഷെ ഞങ്ങളെ മാറ്റി നിങ്ങൾ വേറെ ആരെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? അവർ വന്നാൽ എന്താവും? ഇത് കാണണ്ടേ നമ്മൾ. അതുകൊണ്ട്
അതുകൊണ്ട് ജനം ഇതെല്ലാം മനസ്സിലാക്കി വളരെ വയസ്സായി വോട്ട് രേഖപ്പെടുത്തുന്നതിനെയാണ് ഞങ്ങൾ. ഓക്കെ, വളരെ വളരെ സന്തോഷം, വളരെ സന്തോഷം.